എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോടിടും തന്മാവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോടിടും തന്മാവിലെന്നെ ചേർത്തിടും. എന്നും ഹല്ലേലൂയ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും. അവന്റെ സ്നേഹം രുചിച്ചവർ ഒന്ന് പാടിയാട്ടെ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഒരിക്കൽ കൂടി, എന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോടിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോടിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ല ഹല്ലേലൂയ. യേശു എന്നും ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും. Hallelujah. Oh Lord, we praise you. We praise you, Jesus the Lord. Hallelujah. അത്ഭുത സ്നേഹത്തെ ഞങ്ങൾ ഇത് വാഴ്ത്തുകയാണ് കർത്താവേ. Hallelujah. യേശുവേ, അവിടെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. അതിരങ്ങളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. We praise you, Jesus. നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ. ഇന്നിവിടെ ആരെങ്കിലും ഭാരത്താലോ പ്രയാസത്താലോ ദൈവസന്നിധിയിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ പാടിയതുപോലെ ഭാരമുള്ള നമ്മുടെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മളാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ നല്ലവനായ യേശു ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ we praise you, Jesus. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം. Yes Lord. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും
തന്മാ ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും യഹോവ ഈരേ, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നാടിപ്പിണരാ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി. പറഞ്ഞാട്, അതെ കർത്താവേ, എന്റെ സകല ആവശ്യങ്ങളെയും നിയന്ത്രിക്കുവാൻ കർത്താവ് അങ്ങ് മാത്രം മതി എനിക്ക്. കർത്താവേ, ഈ ലോകത്തിൽ കർത്താവേ ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ സുഹൃത്തുക്കളെ ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ ബന്ധുമിത്രാദികളെ ഞാൻ ആശ്രയിക്കുന്നില്ല. എന്റെ സകല ആശ്രയവും എന്റെ യേശുവിലേക്കൊന്ന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. യഹോവ ഈരേ, യഹോവ ഈരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നാടിപ്പിണരാ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, യേശു മാത്രം മതി. ഹല്ലേലൂയ. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. ഹല്ലേലൂയ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഈശ്വരീയ. ഹല്ലേലൂയ. ബാബാ ശിഖിരാദാ ബാബാ ശത അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. വിശ്വാസത്തോടെ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഹല്ലേലൂയ.
അതേ കർത്താവേ, അങ്ങേ പോലെ കർത്താവേ വേറൊരു ദൈവമില്ല. We praise you. Hallelujah. അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാട്ടെ. Hallelujah. ഖുറബബ ശതരലരദരബ ഓ രബ ശതരലരദരബ ശിക്കി. Hallelujah. രബ ശിക്കി. യേശു എന്നും നല്ലവൻ. ഹല്ലേലൂയ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും. Hallelujah. Amen, amen. We praise you, Jesus. Hallelujah, Lord. കർത്താവേ, അങ്ങയുടെ വലിയ കൃപയും കരുണയും കർത്താവേ, ഇത്രത്തോളം കർത്താവോടെ ഇങ്ങനെ താങ്ങി വഴി നടത്തുന്ന വലിയ കൃപയോർത്ത് കർത്താവേ നന്ദി കരയിട്ടുന്ന കർത്താവേ, കഴിഞ്ഞൊരാഴ്ച കാലങ്ങളിലും കർത്താവ് ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് ഞങ്ങളെ താങ്ങി വഴി നടത്തിയ അങ്ങയുടെ അത്ഭുത സ്നേഹത്തെ ഞങ്ങൾ ഇന്ന് ഓർത്ത് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഇന്ന് ഉയർത്തുകയാണ് കർത്താവേ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത എൻ്റെ യേശുവിന്റെ അത്ഭുത നാമത്തെ. ഹല്ലേലൂയല്ലോ. നന്ദി യേശുവേ. ഓ അങ്ങയുടെ വലിയ സാന്നിധ്യം കർത്താവേ, ആ സാന്നിധ്യത്തിന്റെ നിറവിൽ കർത്താവ് ഞങ്ങൾ ആക്കിയ വലിയ കൃപയോർത്ത് നന്ദി കരേറ്റ്. യേശുവേ. ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവ് അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും കർത്താവ് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനുമെല്ലാം കർത്താവ് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുവരങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ശുശ്രൂഷകൾ നയിക്കുന്ന പ്രിയ ദേവദാസനെ തിരുവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തൊട്ടനുഗ്രഹിച്ച വലിയ കൃപയോർത്ത് നന്ദി കരയേറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ഈ വൈകുന്നേര സമയം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. കർത്താവ് ജോലി ഭാരത്താലും മറ്റ് വ്യത്യസ്തമായ ഭാരങ്ങളെല്ലാമായി കടന്നു വരുന്ന ഞങ്ങളെല്ലാം കർത്താവ് അങ്ങയുടെ തിരുവചനം, മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ നല്ല നിലത്തിൽ നിന്നും വന്ന് വീഴേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി തരുവാൻ ഞങ്ങൾ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആകുല ചിന്തകളും മാറ്റി, എല്ലാ ഭാരങ്ങളും എല്ലാ ക്ഷീണങ്ങളും മാറ്റി പരിശുദ്ധാത്മാവും ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ ഉത്സാഹത്തിലാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് ഇടപെടണമെന്ന് ഞങ്ങൾ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വന്നവരെല്ലാം അനുഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അങ്ങയുടെ ആത്മാവുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അങ്ങയുടെ ആത്മാവിനാൽ തന്നെ വീണ്ടും ഗ്രഹിച്ചറിയേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രിയിൽ ആ മാധുര്യമേറുന്ന വാക്കുകൾ കേൾക്കുവാൻ, ഞങ്ങളെ യേശുവിനെ പോലെ ആക്കി മാറ്റുന്ന തിരുവചനം കേൾക്കുവാൻ അങ്ങയുടെ ആത്മാവ് സഹായിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. ആ ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ മനസ്സ് ഗ്രഹിച്ചറിയുവാൻ വരുന്നവൻ ആരെന്ന് ചോദിച്ചതിന് പിന്നിൽ ഇതാ കർത്താവേ, അങ്ങയുടെ രക്തത്തിൽ പുത്രൻ്റെ രക്തത്താൽ പിറന്ന മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് അങ്ങയുടെ ഹിതമറിയുവാൻ, അങ്ങയുടെ രഹസ്യം അറിയുവാൻ, ഞങ്ങളുടെ മർമ്മങ്ങൾ അറിയുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്ന വിഷയമാണ്. കഴിഞ്ഞ 3 ആഴ്ചയെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർവ്വകാല നിത്യത മുതൽ ഭാവി കാല നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ഒരു കമ്പിവാചകം പോലെ നമ്മളിങ്ങനെ പഠിച്ചു പോവുകയാണ്. ഇതിനകത്ത് ഇല്ലാത്തതൊന്നും ഈ ലോകത്തിൽ ആരും പ്രസംഗിക്കുന്നില്ല. കാരണം നിത്യത മുതൽ പൂർവ്വകാല നിത്യതയിൽ ദൈവമേകനായിരുന്ന ആ നാൾ മുതൽ തുടർന്ന് വരാനിരിക്കുന്ന ഭാവി കാല നിത്യത വരെ അവിടം വരെയുള്ള ദൈവത്തിൻ്റെ മുഴു പ്രൊജക്റ്റുകളും അല്പമായി നമ്മളൊന്ന് ചിന്തിച്ചു പോകുകയാണ്.
ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. കൈറോസും കൊറോണോസും ഒക്കെ പറയുന്ന ഓരോ വാക്കുകളൊക്കെ സമയത്തെക്കുറിച്ച് അല്പമായി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞായിരുന്നു. അനാദി മുതൽ അല്ലെങ്കിൽ ആദി അന്തം എന്ന ബൈബിളിൽ നമ്മൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദി മുതൽ അന്തം വരെ എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു നാളുകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അനാദി എന്ന് പറയുന്നൊരു സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അനാദി എന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന അന്തമുണ്ട്, അതിനപ്പുറം ഒരു അനന്തതയുണ്ട്, അല്ലെങ്കിൽ അനന്തമുണ്ടെന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. ദൈവം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. നമ്മൾ ആ അനാദിയും അനന്തതയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒട്ടനവധി കാര്യം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ദൈവം ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും പിശാച് ആരാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞായിരുന്നു. ദൈവത്തോടുള്ള നിത്യത പകൽ മാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. പിശാചുക്കളുള്ള നിത്യത ഇരുട്ട് മാത്രമാണെന്നും എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ് വരാൻ പോകുന്നു, എവർലാസ്റ്റിംഗ് ലൈറ്റ് വരാൻ പോകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. നമ്മുടെയൊക്കെ ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കേണ്ടത്, നമുക്ക് നമ്മുടെ നിത്യത അവിടെയാണോ ഇവിടെയാണോ കഴിക്കേണ്ടത്? ഏത് മനുഷ്യൻ്റെ നാവിൽ തുമ്പിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അല്ലേ നമ്മുടെ നാവിൽ തുമ്പിൽ മരണവും ജീവനും നമ്മുടെ നാവിൽ തുമ്പിൽ ഇരിക്കുന്നു. അല്ലെങ്കിൽ വിശുദ്ധിയും അശുദ്ധിയും എല്ലാം, നമ്മുടെ നിത്യതയും നരകവും ഒക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇന്നലെ തീരുമാനമാണ് നമ്മളെ എവിടെയാണ് നമ്മുടെ നിത്യത കഴിക്കുന്നു എന്നുള്ളതിൻ്റെ ഫൈനൽ നമുക്കറിയാൻ കഴിയും. ഇന്ന് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഇതായിരിക്കും ഭാവിയിൽ നമ്മൾ ജീവിക്കാൻ പോകുന്ന കാലഘട്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും വന്നു പോകാൻ വേണ്ടി എല്ലാ സഭാജീവിതം, ഈ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന വാക്കുകൾ, നമ്മൾ പറയും എല്ലാത്തിനും അതനുസരിച്ചേ നമുക്ക് ഭാവികാല അനന്തതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. അത് ഏത് മനുഷ്യനാണെങ്കിലും, ദുഷ്ടനാവട്ടെ വിശ്വാസിയാവട്ടെ വിശ്വാസമില്ലാത്ത വിശ്വാസിയാവട്ടെ, ആരാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനത്തിന് മേലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കെന്ന് പറയാൻ കാരണം, എടുക്കുന്ന തീരുമാനങ്ങൾ വേദപുസ്തക പ്രകാരം അല്ലെങ്കിൽ നമുക്ക് ഇന്നറിയാൻ കഴിയത്തില്ല. അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ നമുക്കറിയുള്ളൂ തെറ്റിപ്പോയ കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം മാത്രമല്ല ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു എന്ന വാക്കുകൾ ആവർത്തിച്ച് കർത്താവ് പറയാൻ കാരണം, ഈ തലമുറയിൽ നമുക്ക് വഞ്ചിക്കപ്പെടാം. ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ നിത്യതയോടല്ലാത്ത ഏത് വചനങ്ങളാണെങ്കിലും അത് നമ്മൾ ഈ ഭൂമിയിൽ കെട്ടിയിട്ട് നമ്മളെ കൊന്നുകളയും, നരകത്തിലേക്കുള്ള. അപ്പോൾ വചനം കേട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരു വേദപുസ്തകം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അകത്ത് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ആരും പഠിപ്പിച്ചില്ല, കേട്ടില്ല, കണ്ടില്ല ഒന്ന് ഒരാൾക്ക് പോലും ആ ന്യായവിധിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് പോലും പറയാൻ കഴിയത്തില്ല എന്ന കാര്യം മറന്നു പോകരുത്. കാരണം നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് അത്യുന്നതൻ്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് ഈ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ അനന്തമായ നമ്മുടെ നിത്യതയിലെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളും വാഗ്ദത്തങ്ങളും അവകാശങ്ങളും എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പൂർവ്വകാല നിത്യത മുതൽ ഭാവികാല അല്ലെങ്കിൽ അനന്ത നിത്യത വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ദൈവം മാനവരാശിയെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമെന്താ? ഈ ഭൂമിയും കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളും ദൂതന്മാരൊക്കെ ദൈവത്തിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ദൈവത്തിൻ്റെ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ? അവന് ഒരു പറ്റ പുത്രിപുത്രന്മാർ വേണം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഈ വേദപുസ്തകത്തിൽ കാണുന്ന മുഴുവൻ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 21:6 ജയിക്കുന്ന സകലം സംഭവിച്ചു തീർന്നു എന്ന വെളിപ്പാട് പുസ്തകം 21:6 പറയുന്നത്. എന്താ സംഭവിച്ചു തീർന്നത്? അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് മക്കളുമായി തീരുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടനവധി വാക്കുകൾ ചിന്തിച്ചായിരുന്നു നമ്മൾ വിടുകയാണ്. അപ്പോൾ ദൈവം ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രവൃത്തി തുടങ്ങിയിട്ടല്ല ദൈവം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ കണ്ടു, അത് കണ്ടായിരുന്നു. എങ്ങനെയാ? ദൈവം പ്ലാൻ ചെയ്ത് വെച്ച ശേഷമാണല്ലോ പ്രവൃത്തി ആരംഭിക്കുന്നത്. എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടു. ഒരു വീട് പണിയുന്നതിന് മുമ്പായിട്ട് പ്ലാൻ വരച്ച് അതിനാവശ്യമായ കാര്യങ്ങളും ലോണുകളും അല്ലെ സമ്പത്തൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷമാണ് ഒരുവൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്, അല്ലേ? ഒരു വീട് പണി ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിനെ പറഞ്ഞു, നിങ്ങൾ ഭവനം പണി അയച്ചിട്ട് അവസാനം അല്ലേ തീർന്നില്ലെങ്കിലോ
ദൈവനാമം ദൂഷിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ പ്ലാനുകൾ ദൈവം പ്ലാൻ ചെയ്ത് എല്ലാം വെച്ചു. യെശയ്യാവിൻ്റെ 46:10 നമ്മൾ പഠിച്ചതാണ്. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത്. പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ പൂർവ്വകാല നിത്യത അല്ലേ? മേലാൽ സംഭവിക്കാനുള്ളത് എന്താ? അനന്ത നിത്യത അല്ലേ? ഭാവി കാല നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്ത് എഴുതി ഈ പുസ്തകത്തിൽ വെച്ചിട്ടാണ് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. അതിനുശേഷമാണ് ദൈവം തൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചത്. ഗോഡ്സ് വർക്ക് ബിഗാൻ എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടായിരുന്നു. ആദ്യമായി ദൈവം എന്താ സൃഷ്ടിച്ചത്? ദൂതന്മാർ. എന്തിനു വേണ്ടി ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തിനും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർക്കും സേവ ചെയ്യാൻ വേണ്ടി. മറന്നു പോകരുത്, ദൈവത്തിനും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർക്കും സേവ ചെയ്യാൻ വേണ്ടിയാ. അതുകൊണ്ട് നമ്മളെ സൂക്ഷിപ്പാൻ ഇന്ന് ദൂതന്മാരൊക്കെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അത്രമാത്രം കാര്യമുണ്ട് ഇതിന് പിന്നിൽ രഹസ്യങ്ങളുണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ദൂതന്മാരുടെ നമ്മുടെ വാക്കുകളിന്മേൽ ചെയ്യാൻ തക്കവണ്ണം ദൂതന്മാർ ഇറങ്ങി വരുന്നതും ഞങ്ങൾ ഒരുപാട് കണ്ട ആൾക്കാരാണ്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ? നമ്മുടെ വാക്കിൽമേൽ പ്രവർത്തിക്കുവാനാണ് ദൂതന്മാരെ ദൈവാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കൽപ്പിക്കാൻ അവകാശമുണ്ടെന്ന് ചോദിച്ചാൽ അത് കൽപ്പിക്കാൻ അവകാശമില്ല, നമുക്ക് പറയാൻ അവകാശമുണ്ട് നമുക്ക്. കാരണം നമുക്ക് വേണ്ടിയാ ദൈവം ദൂതന്മാരെയൊക്കെ ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളുടെ ആഴമായി സംസാരിച്ചതാണ്. അപ്പോൾ ഇത് മറന്നു പോകരുത്, ദൈവം ആദ്യം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്. ദൈവത്തിനും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർക്കും സേവ ചെയ്യാൻ വേണ്ടി എന്ന കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതിനുശേഷമാണ് ദൈവം ആകാശ നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചു വെച്ചത് അല്ലേ? കോടിക്കണക്കിന് എണ്ണാൻ കഴിയാത്ത അല്ലേ എത്രയോ സൗരയൂഥങ്ങൾ, എത്രയോ കാര്യങ്ങളാണ് ദൈവം അതിനോരോ പേരിട്ട് വിളിച്ചു എന്ന കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അതെന്തുകൊണ്ടാണ് ദൈവം ഓരോ ഗ്രഹത്തിനും അല്ലേ എന്തൊക്കെ പേര്? കാർത്തിക മകയിരെന്നൊക്കെ പറഞ്ഞ് അല്ലേ? പണ്ടൊക്കെ നമ്മുടെ നാളൊക്കെ നോക്കിയല്ലേ എന്തോ ആവട്ടെ. ഇതൊക്കെ സത്യം തന്നെയാണ്. കുറച്ചൊക്കെ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ക്ലാസ് തന്നെ, ഒരു എന്താ പറയുക, ഒരു സിലബസ് തന്നെ ലോകത്തിലുണ്ട്. ഒരു ഉപദേശം തന്നെ ഉണ്ട്. ഉപദേശം നല്ല പറയണല്ലേ, ആസ്ട്രോളജി എന്താ പറയണത്, എഡ്യൂക്കേഷൻ അല്ലേ, ഒരു വിദ്യാഭ്യാസം തന്നെ അതിനുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മത്തായി സുവിശേഷത്തിൽ കാണുന്നത് യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് കിഴക്ക് നിന്ന് വാന നിരീക്ഷകർ എന്നാണ് പറയുന്നത്. വാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരല്ല പറയുന്നത്. കിഴക്ക് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതോടുള്ള ബന്ധത്തിൽ തന്നെ പഠിക്കാൻ കഴിയും നമുക്ക്. ഞാനത് വിടുന്നു, നമ്മൾ കഴിഞ്ഞ കാര്യമാണ്. അതിനുശേഷം നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിൽ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു എന്ന് കണ്ടായിരുന്നു അല്ലേ? നക്ഷത്രങ്ങളുടെ ഇടയിൽ, നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിൽ ദൈവം ഭൂമിക്ക്, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെയും സെഖര്യാവ് പറയുന്നത് പോലെയൊക്കെ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു. അപ്പോൾ എന്ത് ചെയ്തു? പ്രഭാത നക്ഷത്രങ്ങൾ ആർത്തുഘോഷിച്ചു എന്ന് നമ്മൾ കണ്ടായിരുന്നു. എന്തുകൊണ്ടാ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവദൂതന്മാർ അല്ലെങ്കിൽ ദൈവപുത്രന്മാർ എന്ന് പറയുന്ന ദൂതന്മാരെ കുറിച്ച് അവർ എന്തുകൊണ്ടാണ് ആർത്തുഘോഷിച്ചത്? പഠിച്ചതാ നമ്മള്. എന്തുകൊണ്ടാ പ്രഭാത നക്ഷത്രം ഒന്നിച്ച് ആർത്തുഘോഷിച്ചത്? ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്യം ചെയ്തപ്പോൾ, ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ, യോബറിയ ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ. എന്തുകൊണ്ടാ? കാരണം ദൈവത്തിന് ദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവത്തിനും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മക്കളെ സേവ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇതുവരെ ദൈവം മക്കളെ സൃഷ്ടിച്ചിട്ടില്ല, ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല. കാരണം യെശയ്യാപ്രവചനം പറയുക, പാർപ്പിനായിട്ടത്രേ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പാർപ്പിനുണ്ടാക്കാൻ പോകുന്ന മനുഷ്യരെ, ദൈവത്തിൻ്റെ പുത്രന്മാരെ, ലൂക്കോസ് 3 ലാസ്റ്റ് വാക്യം പറയുന്നു, ആദം ദൈവത്തിൻ്റെ മകനെന്ന് അല്ലേ? അപ്പോൾ പുത്രന്മാരെ, ദൈവപുത്രന്മാരെ ഉണ്ടാക്കുന്ന ആ ഒരു ഭൂമി സൃഷ്ടിക്കപ്പെടാത്തത് കൊണ്ടും ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ദൈവത്തിൻ്റെ പുത്രന്മാരെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടി. ഇന്നലെ വരെ ജോലിയില്ല, TVS-ലായിരുന്നു ജോലി അല്ലേ? TVS-ലായിരുന്നു അവർക്ക്, തെക്കുവടക്ക് സർവീസ് ആയിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടി ഇപ്പോൾ. കാരണം ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മക്കൾ അവിടെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അവരെ സേവ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞ് അവർ ആർത്തുഘോഷിച്ചു എന്ന് കണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അല്പമായി ചിന്തിച്ചത് എന്താണ്? ദൈവം സൃഷ്ടിച്ച 3 കൂട്ടം മേജർ, ഏറ്റവും വലിയ ദൂതന്മാരിൽ ഒരു കൂട്ടം ദൂതന്മാർ, കെരൂബ് എന്ന് പറയുന്ന ദൂതന്മാർ താഴെപ്പോയി നമ്മൾ കണ്ടായിരുന്നു. അവൻ്റെ ചിറകിനടിയിൽ സകലവിധമായ വാദ്യഘോഷങ്ങളും എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ, പഴയ പുരാതന ഏദനിൽ അവനായിരുന്നു എന്നും വേദോസം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കണ്ടത്, അതിനെക്കുറിച്ച് കണ്ടതാണ്. അവൻ പുരാതനമായ ആ മനോഹരമായ ഭൂമിയിൽ, ആ ഏദൻ തോട്ടത്തിൽ, ആ പുരാതന ഏദൻ തോട്ടത്തിൽ ഇവനായിരുന്നു അല്ലേ? ആരാ? കെരൂബ് അല്ലേ?
എന്തുകൊണ്ടാ? ദൈവം ആ ഭൂമിയെ സൃഷ്ടിച്ച ശേഷം ദൈവം എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ ഈ കെരൂബ് എന്ന് പറയുന്ന ഈ ഒരു സൃഷ്ടിയും കൂടി പോകുമായിരുന്നു, അല്ലെ, ദൂതൻ കൂടി പോകുമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ കൂടെ എന്നും ഒരു ചിറക് വിരിച്ച്, അല്ലേ? അതൊക്കെയാണ് പണ്ട് ഈ ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ രഥങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാ, ഇല്ലേ? മറന്നുപോയി അതൊക്കെ. ചിലപ്പോഴിങ്ങനെ ഓർമ്മ വരും, പിന്നെ വിട്ടുപോകും, ഇല്ലേ? ഈ കണ്ടില്ലേ, ഈ ചിറക് പിടിച്ച് പൂമാറ്റം പണ്ട് വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു കാണും. ഇതൊക്കെ വെറുതെ വന്നതല്ല. ഇതൊരുത്തൻ സ്വർഗത്തിൽ നിന്ന് വീണുപോയവൻ അവൻ കണ്ടതും അവൻ പോയതൊക്കെയാണ്. അതൊക്കെ ലോകത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അവൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ദൈവം എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ ഈ പറഞ്ഞ കെരൂബ് നടക്കാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, ജ്ഞാനിയോടുകൂടി നടന്നാൽ നീയും ജ്ഞാനിയായി തീരും. കാരണം നമ്മൾ യെശയ്യാപ്രവചന പുസ്തകത്തിലേക്ക് കണ്ടു, ആൾക്കാരിൽ യെശയ്യാവിൽ എസെക്കിയേലൊക്കെ കണ്ടു കഴിഞ്ഞ കാര്യമാ, അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, അവൻ്റെ സൗന്ദര്യ നിമിത്തം അവൻ്റെ ഹൃദയം നിഗളിച്ചു, അവൻ്റെ പ്രഭ നിമിത്തം നീ അവൻ്റെ ജ്ഞാനത്തെ വഷളാക്കി. അപ്പോൾ ഈ കെരൂബ് എന്ന് പറഞ്ഞ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ദൂതൻ സർവജ്ഞാനിയും സർവശക്തനും സൗന്ദര്യ സമ്പൂർണനുമായ നമ്മുടെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലേ, ജ്ഞാനിയോടുകൂടി നടന്നാൽ നീയും ജ്ഞാനിയായി തീരുമെന്ന് പറഞ്ഞ വചനം ഈ കെരൂബ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. കാരണം പുരാതന ഭൂമി, ഇതല്ല 5 ഭൂമി ഉണ്ടായിരുന്നു, പുരാതന ഭൂമിയിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഭൂമിയിൽ ദൈവം ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വരുമ്പോൾ ഇവനും അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടെയാ ദൈവത്തിൻ്റെ മക്കളെ സൃഷ്ടിക്കാൻ പോകുന്നത്. ആ സൗന്ദര്യ സമ്പൂർണനായ ദൈവത്തിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവനും സൗന്ദര്യം വർദ്ധിക്കാൻ തുടങ്ങി. സർവജ്ഞാനിയായ ദൈവത്തിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവനിലേക്ക് ജ്ഞാനം പകരാൻ തുടങ്ങി. അത് നിമിത്തം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, അല്ലേ? ഈ 5 പ്രാവശ്യം അവൻ ഹൃദയം കൊണ്ട് ചിന്തിച്ചു, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ. നമ്മളിതാ പറഞ്ഞു തുടങ്ങിയത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വചനം ഇപ്പോഴാണ് എടുത്തു വെച്ചത്. ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ എൻ്റെ സിംഹാസനം ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഈ 5 കാര്യങ്ങൾ അവൻ ഹൃദയത്തിൽ പറഞ്ഞു. എന്നല്ലോ ഹൃദയത്തിൽ പറഞ്ഞത്, അല്ലേ? എന്ന് ഈ കെരൂബ് എന്ന് പറയുന്ന ദൂതൻ, ദൈവത്തിൻ്റെ കൂടെ നടന്ന ദൂതൻ, അവൻ ഹൃദയത്തിൽ ചിന്തിച്ചു, പറഞ്ഞില്ല. ഹൃദയത്തിൽ 5 പ്രാവശ്യം ഞാൻ എന്ന വാക്ക്. കാരണം ഇത് ഞാനാകുന്ന ദൈവത്തിൻ്റെ പേര് അവൻ സ്വയം എടുക്കാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം, അല്ലേ? ഓക്കെ, ഞാൻ വിടാം, അതിനെക്കുറിച്ച് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കും നമ്മൾ. ഈ 5 കാര്യങ്ങൾ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇട്ടു. ഹല്ലേലൂയ. താഴേക്ക് ഇട്ടപ്പോൾ സ്വർഗത്തിൽ അവൻ്റെ കൂടെ 3ൽ 1 ഭാഗം ദൂതന്മാർ, 3 ശ്രേഷ്ഠ ദൂതന്മാരിൽ 1 ഭാഗം ദൂതന്മാർ മുഴുവനും അവനെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് ശരി തന്നെയാ, ഞങ്ങൾക്കും അത്യുന്നതനോട് സമനാകണം, അല്ലെ, മേഘോന്നതങ്ങൾക്ക് കയറണം എന്നൊക്കെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെയും ദൈവം താഴേക്ക് വെട്ടിയിട്ടു. ആ 3ൽ 1 ഭാഗം. അതുകൊണ്ട് 100ൽ 3ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 33.333333%. അതാണ് ലോകത്തിൽ 33 കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന വീണുപോയ ദൈവങ്ങളെക്കുറിച്ചും ഇവിടെ ലോകത്തിൽ മഴ സൗണ്ട് അതാ ലോകത്തിൽ കാണുന്നത്. ഇത്രയും മനസ്സിലാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ കെരൂബും അവർ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ കെരൂബും അവന് ദൂതന്മാരൊക്കെ ദൈവം താഴേക്കിട്ടു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞായിരുന്നു. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? ഇവിടെ വന്നിട്ടുണ്ട്, ഇല്ലല്ലേ? അപ്പം നമ്മൾ കണ്ടു 5 പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞ കെരൂബ് പറഞ്ഞു. അവൻ 5 പ്രാവശ്യം ഈ 5 വാക്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ സ്വർഗത്തിൽ കയറും, 2 എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഈ 5 വാക്യങ്ങൾ നിങ്ങൾ ആഴമായി പഠിച്ചാൽ കെരൂബ് എന്ന് പറയുന്ന പിശാചായി മാറിയവൻ, പഴയ പാമ്പ് സർപ്പമായി സാത്താനായി മാറിയവൻ, ഈ 5 കാര്യങ്ങൾ അവൻ ആഗ്രഹിച്ചപ്പോൾ, അല്ലേ? ഈ 5 കാര്യങ്ങൾ അവൻ ആഗ്രഹിച്ചപ്പോൾ ഈ 5 കാര്യങ്ങളും മറന്നു പോകരുതേ. ഈ 5 കാര്യങ്ങളും ദൈവം മനുഷ്യർക്ക് തരാൻ വേണ്ടി വെച്ച കാര്യമാണ്.
വായിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കീഴും. ഞാൻ സിംഹാസനം ദൈവത്തിന് നക്ഷത്രങ്ങൾ മീതെ വെക്കുന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയ എന്താ പറയുക, ദൈവത്തെക്കാൾ വലിയവനാകൂ, അതല്ല അതിനർത്ഥങ്ങളെ. ഇത് ഞാൻ അത്യുന്നോട് സമനാകുമെന്നൊക്കെ പറയുന്ന ഈ 5 കാര്യങ്ങളും ദൈവം തൻ്റെ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർക്ക് വേണ്ടി വെച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഒരു വാക്യം മാത്രമേ ഞാൻ പറഞ്ഞു പോകാം. വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു, ഞാൻ ജയിച്ച പിതാവിൻ്റെ സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച് എൻ്റെ സിംഹാസനത്തിലേക്ക്. ദൈവം നമ്മെ വിളിക്കുന്നത് അത്യുന്നതൻ്റെ ദൈവത്തിൻ്റെ ആ സ്വർഗീയ പിതാവ് എവിടെയായിരിക്കുന്നുവോ അവൻ്റെ അടുക്കൽ അവൻ്റെ മക്കൾ ജീവിക്കാൻ വേണ്ടിയാ. അതിന് പല പേരുകളുണ്ട്. സ്വർഗീയ സിയോൺ എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചുള്ള ഈ ബൈബിൾ സങ്കീർത്തക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗീയ സിയോണെക്കുറിച്ച് നമ്മൾ പഠിക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കാരണം അത്രയും മനോഹര സൗന്ദര്യ സമ്പൂർണമായ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗീയ സിയോൺ, ആ സിയോണിലേക്കാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ മറന്നു പോകരുത്. ഇത് പിശാച് ആഗ്രഹിച്ചത് ദൈവം നമുക്ക് തരാൻ വേണ്ടി വെച്ച കാര്യമാണെന്നും കൂടി മറന്നു പോകരുത്. അതുകൊണ്ട് അത്രയും പരിശുദ്ധമായ നിർമ്മലമായ ആ സൗന്ദര്യ സമ്പൂർണമായ സ്ഥലത്തേക്കാണ് ഞാനും നിങ്ങൾ യാത്ര പോകാൻ പോകുന്നത്. നമ്മളെ ചേർത്തോട്ട് പോകാൻ പോകുന്നത് അവിടത്തേക്കാണ്. അതിന് താഴെയാണ് പുതിയ യെരൂശലേമും, അതിന് താഴെയാണ് ആകാശങ്ങളും സ്വർഗങ്ങളെന്ന് പറയുന്ന പുതിയ ആകാശങ്ങളെന്ന് പറയുന്നതും, അതിനും താഴെയാണ് പുതിയ ഭൂമി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. മനസ്സാവുന്നുണ്ടോ? അപ്പോൾ സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിലേറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഈ സ്വർഗീയ സിയോൺ, നമ്മുടെ സ്വർഗത്തിലെ പിതാവ് വസിക്കുന്ന, ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിലായിരിക്കുന്ന പോലെ നമ്മളും ജയിച്ച് ആ സ്വർഗീയ സിയോണിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജീവിതം എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കണമെന്നും ഈ എത്രമാത്രം ലോകത്തെ വെറുക്കണമെന്നും ജഡത്തിലെ പ്രവൃത്തികളെ എത്രമാത്രം മരിപ്പിക്കണമെന്നും നമുക്കതിൻ്റെ ഒരുപക്ഷെ ആ സ്വർഗീയ സിയോണിനെ കുറിച്ച് ദർശനമില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ പൂർണ്ണതയിലേക്ക് നടന്നു വരാൻ കഴിയത്തില്ല. പുതിയ യെരൂശലേമിൽ പോലും ഒരല്പം പോലും കളങ്കമുള്ളവർ പോലും കയറത്തില്ലെന്നാണ് വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നത്. താഴേക്ക് ഒരുപാട് കാറ്റഗറിക്കാരുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താ പറയുക ഓങ്ങിക്കൊണ്ട് ഓടുകയാണ്. എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി സഹായിപ്പാൻ അവൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ ആത്മാവ് എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അവനിൽ ഒന്ന് നിന്ന് കൊടുത്താൽ, ഒന്ന് നമ്മുടെ സ്വയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മൾ പണിതെടുക്കുമെന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ റോമർ 8-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഈ വാക്കുകൾ ആവർത്തിച്ച് പറയാൻ കാരണം ഇതൊക്കെ നമുക്ക് തരാൻ ദൈവം വാഗ്ദത്തം നൽകിയവൻ അവനത് ചെയ്തിരിക്കും. ഇനി അല്പം വീണ് പോയാലും പത്രോസ് പറയുന്നുണ്ട്, ഈ കഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പത്രോസ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പെട്ടുപോയാലും അല്ലേ, ചെറിയ താൽക്കാലിക ഭോഗങ്ങളിൽ വീണുപോയാലും നമ്മളെ അവൻ കഷ്ടത്തിലിട്ട്, വാക്ക് ഉപയോഗിക്കുമ്പോൾ തെറ്റാണെന്ന് എനിക്കറിയാം അല്ലേ, കേൾക്കാൻ സുഖമില്ല, എങ്കിൽ പോലും നമ്മളെ ചെറിയ കഷ്ടങ്ങളിലേക്ക് ചെറിയ ബാലശിക്ഷയെ കടത്തിവിട്ട് അവൻ നമ്മെ പാപമില്ലാത്തവനാക്കി മാറ്റിയെടുക്കും. അവിടെയും നമ്മുടെ പിറുപിറുപ്പില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഡെലിവറൻസ് ക്ലാസ്സിൽ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി പഠിക്കാം. ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ പൊസിഷനിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ന്യായപ്രമാണം വേണ്ട, പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന ഒട്ടനവധി കൂട്ടം നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് 48,000 ക്രിസ്ത്യൻ സംഘടനകളാണ് നമുക്ക് ലോകത്തിലുള്ളത്. കത്തോലിക്ക മുതൽ പെന്തക്കോസ് അല്ലേ, ന്യൂ ജനറേഷൻ എന്താ പറയുക അല്ലേ, കൃപായുടെ ആൾക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ വരെ 48,000 ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. അവർ ഇതിൽ നിന്ന് പഴയ നിയമമൊന്നും പുതിയതൊക്കെ മാറ്റിവെച്ച് വിവാഹിച്ചു വെക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എന്തല്ല, ഈ പുസ്തകം മുഴുവൻ നമുക്കുള്ളതാ. പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടുകൾ ഉറക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചേ മതിയാകത്തുള്ളൂ. സമാഗമന കൂടാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ലേവ്യ പുസ്തകത്തെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം നമുക്ക് പുതിയ നിയമ വെളിപ്പാടൊന്നും മനസ്സിലാകത്തില്ല. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭാഗമായി അവൻ എബ്രായലേഖനം 1-ാം അധ്യായം ഭാഗമായി അവൻ നമ്മെ പഠിപ്പിച്ചത് ശരി തന്നെയാ. പക്ഷേ പുതിയ നിയമത്തെ ഉറപ്പിക്കണമെങ്കിൽ പഴയ നിഴലുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതോടെ തള്ളിക്കളയരുതേ. ന്യായപ്രമാണത്തിലെ പ്രവർത്തികൾ മാറിപ്പോയി. പ്രവർത്തികൾ ഇന്നത് ചെയ്താൽ ഇത് യാഗം അർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ പ്രവർത്തികൾ മാറിപ്പോയി. പക്ഷെ പ്രമാണം ഇന്നും മാറിപ്പോയിട്ടില്ല.
അത് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ അതനുസരിക്കാൻ വേണ്ടിയില്ല, അതനുസരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കർത്താവ് ക്രൂശിലേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ അത് മാറിപ്പോയിട്ടില്ല. അവിടെയെല്ലാം ദൈവത്തിന് മാർമികമായ സത്യങ്ങളും മർമ്മങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, നിഴലായി കിടക്കുന്നുണ്ട്. പൊരുളായി പുതിയ നിയമത്തിൽ കാണാൻ കഴിയും നമുക്ക്. പക്ഷേ പൊരുളിനെ പലപ്പോഴും നമുക്ക് പൊരുളിനെ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിപ്പോകാൻ ഇടയുള്ളത് കൊണ്ടാണ് ഇന്നും ന്യായപ്രമാണം അവിടെ തന്നെ വിധേയം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് എല്ലാം നമുക്കുള്ള പുസ്തകമാണ്, മാറിപ്പോകരുത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചതാണ്. നമുക്ക് എത്രത്തോളം നമ്മുടെ ഉത്സാഹം, അല്ലേ, ഇത് പ്രാപിക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. 7 സഭയോട് ദൂത് പറയുമ്പോൾ നിങ്ങൾ, അല്ലേ, ഉഷ്ണമാനുമല്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പിടിക്കാനുള്ള ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടായിരിക്കണം. മിതോഷ്ണമായിരിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഒന്നില്ലെങ്കിൽ തണുത്ത് വിറച്ച് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നല്ല ചൂടായിട്ട്, അല്ലേ, ഇപ്പുറത്തിരിക്കുക. എന്താണെങ്കിലും ദൈവം നമ്മളെ വിളിച്ച വിളി പരമവിളിയാണ്, അത് മറന്നു പോകരുത്. അതൊക്കെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അവിടേക്ക് സ്വർഗീയ സിയോനെ കുറിച്ചൊക്കെ ഒരുപാട് മർമ്മങ്ങളും വെളിപ്പാടുമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് 19 മണിക്കൂറോളം വരുന്ന സിയോനെ കുറിച്ച് ക്ലാസ് നമുക്കുണ്ട്, പിന്നീട് എപ്പോഴും നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുശേഷം ദൈവം ഒരു ഉദാഹരണത്തിലൂടെ ചില കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നോക്കാം. പിശാചിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. പിശാച് ദൈവത്തോട് നിഗളിച്ച് താഴേക്ക് വീണ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് പിശാച് വീണതെന്നും അതിനുശേഷം പിശാചിന്റെ വാസസ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്കിൽ ഇത് അറിഞ്ഞാൽ മാത്രമേ മനുഷ്യൻ്റെ സൃഷ്ടിപ്പൊക്കെ നമുക്കൊരു ചെറിയൊരു വെളിച്ചം വീശാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഒരിക്കലും പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം ഇങ്ങനെ കാര്യം പറഞ്ഞു. യിരെമ്യാ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെ പഠിക്കുമ്പോൾ അവിടെ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞ അരുളപ്പാട് കേൾക്കാൻ കഴിയും. 2 അരുളപ്പാടുകളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഒന്നാമത്തെ അരുളപ്പാടാണ് യിരെമ്യാവിന് കൊടുത്തത്. എന്താണെന്നറിയാമോ? ഒരിക്കൽ ഇസ്രായേൽ മക്കൾ, ദൈവം വിളിച്ച് വേർതിരിച്ച് മാറ്റിയ ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട് വഷളന്മാരായി തീർന്നപ്പോൾ, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് മാത്രം പറഞ്ഞു വിടുകയാണ്. വഷളന്മാരായി പോയപ്പോൾ യഹോവയായ ദൈവം ഈ യിരെമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളെ എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും അവരാരാണെന്നും എങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി യിരെമ്യാവിലൂടെ ഒരു കുശവൻ്റെ വീട്ടിൽ പോയി യിരെമ്യാവിനോട് ആ കുശവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കി പഠിക്കാൻ പറഞ്ഞു. കുശവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, കൈകൊണ്ട് ഇത് മണ്ണൊക്കെ കുഴച്ച് ഇങ്ങനെ രൂപം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എവിടെയോ മനസ്സൊന്ന് പതറിപ്പോയപ്പോൾ ആ പാത്രം ഒന്ന് ചരിഞ്ഞു പോയി. വേഗം കുശവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ കളിമണ്ണ് മുഴുവനും ആലയെന്നല്ലേ പറയുന്നല്ലേ, ഇത് കൂടെയാ, ആലയിൽ നിന്ന് എടുത്തിട്ട് മുഴുവനും പറിച്ചെടുത്തിട്ട് ആ കുശവൻ താഴെയിട്ട് ചാവുട്ടി മെതച്ച് അത് വീണ്ടും ചെളിയാക്കി വീണ്ടും സോഫ്റ്റ് ആക്കിയിട്ട് വീണ്ടും ആ മൂശയിൽ മേൽ കയറ്റിയിട്ട് അതിനെ മനോഹരമായ പാത്രമാക്കി മാറ്റി. എന്നിട്ട് കാണിച്ചിട്ട് യിരെമ്യാവിനോട് പറയാം, യിരെമ്യാവേ, നീ സമയജീവനത്തോട് പറയണം, ഇതുപോലെ എനിക്ക് നിങ്ങൾ തെറ്റിപ്പോയാലും, ഇനി ഒന്ന് കളങ്കപ്പെട്ടു പോയാലും നിങ്ങൾ വീണ്ടും എൻ്റെ കയ്യിലേക്ക് തരികയാണെങ്കിൽ ഞാനൊന്ന് ചവിട്ടി കുഴച്ച് മെതിച്ചിട്ട് നിന്നെ മനോഹരമാക്കി മാറ്റാവുന്ന പാത്രമാക്കി മാറ്റാൻ കഴിയുമെന്ന കാര്യം നീ മറന്നു പോകരുതെന്ന് അവിടെ യിരെമ്യാവിനോട് പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പറയിപ്പിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ ചരിത്രം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ ഇത് മനസ്സിലാകാതെ വീണ്ടും യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുന്ന മറ്റൊരു വെളിപ്പാടുണ്ട്. അതാണ് പിശാചിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും കൂടി ആഴത്തിൽ പഠിക്കാൻ പറ്റിയ. വേറെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചു നോക്കിയാൽ ഒരൊറ്റ പുസ്തകത്തിൽ മറ്റൊരു പിശാചിനെ കുറിച്ചുള്ള ചിന്തകൾ കാണാൻ കഴിയുന്നില്ല. ഈ ഒറ്റ കാര്യമല്ലാതെ തിരിച്ചും മറിച്ചും പഠിച്ചു നോക്കി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്നത്. അടുത്ത 19-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് അവിടെ. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 19-ാം അധ്യായം 1, 2 വാക്യങ്ങൾ, 10, 11 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം കൽപ്പിച്ചു, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലക്ക് വാങ്ങി
ജനത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർത്തീസ് അല്ലെങ്കിൽ ഓട്ടുനുറുക്ക് എന്ന് പറയുന്ന ആ വാതിലിൻ്റെ പുറമെയുള്ള ബെൻ ഹിന്നോം താഴ്വര എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ചപ്പും ചവറും മരിച്ച മൃഗങ്ങളെയൊക്കെ കൊണ്ടിടുന്ന നരകത്തിൻ്റെ പറയുന്ന ഗീഹന്ന എന്ന് പറയുന്ന അതേ സ്ഥലം ബെൻ ഹിന്നോം താഴ്വരയിൽ ഇബ്രായ ലേഖനത്തിൻ്റെ പേര് ബെൻ ഹിന്നോം എബ്രായ പദമാണത്. ആ ബെൻ ഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് അരുൾ ചെയ്യുന്ന വാക്കുകളെ അവിടെ വെച്ച് പ്രസ്താവിക്കുക. അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇരമ്യാവോട് പറയുക, നീ ഒരു പണി ചെയ്യ്, ഇപ്പം പോയിട്ട് ഒരു കുശവൻ്റെ വീട്ടിൽ പോയിട്ട് ആ ആലയിൽ പോയിട്ട് ഒരു മനോഹരമായൊരു പാത്രം മേടിക്കുക. ആ പാത്രം മേടിച്ചുകൊണ്ട് നീ ഞാൻ പറയുന്ന പോലെ ആ ഹർത്തീസ് അല്ലെങ്കിൽ ഹർത്തീസ് വാതിലിൻ്റെ പുറമേയുള്ള ബെൻ ഹിന്നോം താഴ്വര എന്ന് പറയുന്ന ആ നരകത്തിന് തുല്യമായ ആ നിഴലായിരിക്കുന്ന താഴ്വര അടുക്കൽ പോയിട്ട് ഞാൻ നിന്നോട് അരുൾ ചെയ്ത പോലെ നീ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ പ്രസ്താവിക്കാൻ പറയുകയാണ് ഇരമ്യാവിനോട്. ഓക്കെ, 10-11. പിന്നെ നിന്നോടുകൂടെ പോകുന്ന പുരുഷന്മാർ കാണുകേ നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടതെന്തെന്നാൽ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു. ഈ പോയിരിക്കുന്ന നേതാക്കന്മാർ മൂപ്പന്മാരെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാ. അവരുടെ ലീഡേഴ്സാ, സീനിയേഴ്സ് അവര്. അപ്പോൾ അതുകൊണ്ട് പറയുക, അവർ കാണുകെ ആ മൺകുടം ഉടച്ചു ഇരമ്യാവ്. എന്നിട്ട് ആ പ്രവാചകൻ വിളിച്ചു പറയുക, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെ ഈ നഗരത്തെയും ഉടച്ചു കളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായതുകൊണ്ട് അവരെ തോഫത്തിൽ അടക്കം ചെയ്യുന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇരമ്യാവ് ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരുടെ മുമ്പാകെ പോയിട്ട് ആ മനോഹരമായ പാത്രം ഉടച്ചു കളയുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് പറയുക, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയുമെന്ന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, ഒന്ന് പറയാം. ഒരു കുശവൻ ഒരു കളിമണ്ണോട് പാത്രമുണ്ടാക്കി എവിടെയോ വെച്ച് കയ്യൊന്ന് പിഴച്ചു, തെറ്റിപ്പോയി. അത് വീണ്ടും ചവിട്ടിക്കുഴച്ച് മനോഹരമായ പാത്രമാക്കി. എന്നിട്ട് പ്രവാചകൻ വിളിച്ചു പറയുക, ഇതുപോലെ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് തരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും കുഴച്ചു പണിതെടുക്കാം. ഇത് അന്നും ഇന്നും നമുക്കുമുള്ളതാ. വീഴ്ചകൾ നമുക്ക് സംഭവിക്കും. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുണ്ടായി, നിങ്ങൾ പാപമില്ല എന്ന് പറയുന്നവൻ കള്ളനാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം, പക്ഷേ മറച്ചു വെക്കാതെ അത് ഏറ്റുപറഞ്ഞ് അവൻ്റെ കരകളിലേക്ക് കൊടുത്താൽ അവൻ നമ്മളെ മനോഹരമായി പാത്രമാക്കും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം എന്തുകൊണ്ടാണ് ആദ്യത്തെ ദൈവം ഏദൻ തോട്ടത്തിൽ പുറത്താക്കിയത്? പാപം ചെയ്തത് കൊണ്ട് ആണോ? അല്ല. നമ്മൾ അതിനെക്കുറിച്ച് മറച്ചു വെച്ചതുകൊണ്ട്. പാപം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും, ആഴമായിട്ട് പഠിക്കാം അതിനെക്കുറിച്ച്. ആദത്തെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് പാപം ചെയ്തുകൊണ്ടല്ല. പാപം തന്നെയാ, ഒരു സംശയവും ഇല്ല. അത് അന്നും ഇന്നും ഒക്കെ പാപം തന്നെയാണ്. കാരണം ലക്ഷ്യം തെറ്റിപ്പോവുക, വചനം ലംഘിക്കുക, അല്ലെങ്കിൽ ഹമാഷ്യ എന്ന വാക്കാണ് പത്രോസ് പഠിപ്പിച്ചത്. ഹമാഷ്യ, ലക്ഷ്യം തെറ്റിപ്പോവുക, ഉന്നം തെറ്റിപ്പോവുക എന്ന വാക്കാണത്. എന്തുമാകട്ടെ, അവിടെ ദൈവം കൊടുത്ത ആ പ്രമാണം, ഒറ്റ പ്രമാണമേ കൊടുത്തുള്ളൂ അല്ലെ? നമുക്കറിയാലോ, നന്മ തിന്മ വൃക്ഷത്തെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയം. ഒരൊറ്റ കൽപ്പന മാത്രം ദൈവം കൊടുത്തുള്ളൂ. പക്ഷേ ആദം അത് ലംഘിച്ചു. പക്ഷേ ആ ലംഘിച്ചപ്പോൾ മനസാക്ഷി കുറ്റം പറഞ്ഞു. പഴയ ക്ലാസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മനസാക്ഷി കുറ്റം പറഞ്ഞു, ആദമേ നീ പാപം ചെയ്തു, ദൈവത്തിന് മുമ്പിൽ, പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നിനക്ക് നിൽക്കുവാനോ കൂട്ടായ്മ കൂടുതൽ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ മനസാക്ഷി കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവരോടി മരത്തിൻ്റെ പിറകിൽ പോയി ഓടിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ചെയ്ത്, ഞാൻ പറഞ്ഞ കൽപ്പന നീ ലംഘിച്ചെന്ന് ചോദിച്ചപ്പോൾ എടുത്ത വായിക്ക് പറയുന്നത്, നീ തന്ന, ഞാൻ മര്യാദ ഒറ്റക്ക് ജീവിച്ചതാ അല്ലേ, മര്യാദക്ക് പണിയെടുത്ത് ഞാൻ ജീവിച്ചതാ, നീ എനിക്കൊരു പെണ്ണിൽ തന്നു, അതോടുകൂടി എൻ്റെ കാര്യം പോയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ആദം ദൈവത്തോട് പറഞ്ഞു. ഹവ്വയും ഒട്ടും തെറ്റിയില്ല, അതേ സെയിം ഭാര്യ ആയതുകൊണ്ട് അത് തന്നെ പിശാചിന്റെ മേലേക്ക് ഇട്ടു. ഒരു വാക്ക് ആദം ഒന്നേറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ഏദൻ തോട്ടത്തിൽ കണ്ടേനെ. ഞാനും നിങ്ങളും. കാരണം ലംഘനം മറച്ചു വെക്കുന്നതാ പാപം. വരില്ല എന്നല്ല പറയുന്നത്, വന്നാലും മറച്ചു വെക്കാതെ ഏറ്റുപറയണം. ഇതിനെക്കുറിച്ചൊക്കെ ആഴമായി ഇസ്ലാമക്ക് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. ന്യായവിധിയെക്കുറിച്ച്, ജഡ്ജ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി കാണുന്ന കാര്യം അവിടേക്ക് ഇതൊക്കെയും ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് നിമിത്തം പാപം ചെയ്ത് ദൈവത്തോട് മറച്ചു വെച്ചിട്ട് ദൈവം അവനെ പാപിയായിട്ടല്ല ഇറക്കി വിടുന്നത്.
പാവം മനുഷ്യനകത്തുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ കരുണയാ നിങ്ങളോട് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കർത്താവ് പ്രേരിപ്പിക്കുന്നു, അവൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നോട് പറയുക. അതിനകത്ത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം ഒരാടിനെ യാഗമാക്കി, ഏതോ മൃഗത്തെ യാഗമാക്കി ആ തോൽ കൊണ്ട് ഉടുപ്പിച്ച് മറപ്പിച്ച ശേഷമാണ് ദൈവം ആദമിനെയും ഹവ്വയിലെയും ലോകത്തിലേക്ക് ഇറക്കി വിടുന്നത്. അത്രമാത്രം കരുതലുള്ള ദൈവമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെന്ന് തുറന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ഉൾപ്പെടെ ഇവിടെ ആരും ഇരിക്കത്തില്ല. ഇന്ന് ചെയ്ത പാപം ദൈവം മറക്കാതെ കൈതട്ടി മാറ്റി ലോകത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് ആദമിനെയും ഹവ്വയെയും ആ എന്താ പറയുക ആടായി എന്നോ അവിടെ ആടിനെ യാഗമർപ്പിച്ച് ആദ്യമായി യാഗമർപ്പിച്ചതും രക്തം ചെയ്തതും യഹോവ തന്നെയാണ്. ആ രക്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിന് ആഴമായി പഠിക്കാൻ പറ്റും. അത്ര ആഴമായ ഒരു യാഗമാണ് അവിടെ ഏദനിൽ നടന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ആ തോല് കൊണ്ട് ഉടുപ്പിച്ച് പാപത്തെ മറപ്പിച്ച ശേഷമാണ് ആദത്തിനെ ഹവ്വയെ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക്, ഏദൻ തോട്ടത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറക്കി വിട്ടത്. അത്രയും ദൈവത്തിൻ്റെ കരുതൽ ഉണ്ട്. കാര്യം മറന്നു പോകരുത്. ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേയും ഓർക്കണം, നമ്മുടെ വായിൽ മുമ്പിൽ, നമ്മുടെ ഹൃദയത്തിന് മുമ്പിൽ, നമ്മുടെ നാവിലൊക്കെയായിരിക്കുന്നത് രക്ഷ. ദൈവം ഒന്നും ചെയ്യത്തില്ല. നമ്മളെന്താ അങ്ങനെ സ്വർഗത്തിൽ നേരെ കൊണ്ടുപോകത്തില്ല. നമ്മുടെ വാക്കിൽ മേൽ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സമർപ്പണം, നമ്മുടെ ഏറ്റുപറച്ചിൽ, എന്തൊക്കെ വേറെ എന്തൊക്കെ വാക്കുണ്ടല്ലേ, നമ്മുടെ അതിന്മേൽ ദൈവം ഇടപെടുന്നത്. അല്ലാതെ ദൈവം നമ്മൾ എന്നെ വിളിച്ച കർത്താവ് എന്നെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞാൽ, എന്നെ കൊണ്ടുപോക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ മടയന്മാരാ നമ്മൾ, വെറും ഭോഷന്മാർ. അങ്ങനെ ദൈവം കൊണ്ടുപോകത്തൊന്നുമില്ല. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സമർപ്പണങ്ങൾ, നമ്മുടെ വാക്കുകളിൽ മേലാ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. മറന്നു പോകരുത്. കൊണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രവാചകൻ പോയി കണ്ടു, ആ മണ്ണ് തെറ്റിപ്പോയി, വീണ്ടും ഉടച്ച് മനോഹരമായി പാത്രമാക്കി വെച്ചു അല്ലേ. അതുപോലെ എന്നെയും നിങ്ങളെയും പണിയാൻ കഴിയുമെന്ന് ഇരിമ്യാവിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ വേറൊരു വെളിപ്പാട്, പിശാചിനെ കുറിച്ചൊരു വെളിപ്പാട് അവിടെ പറയുന്നുണ്ട്. ഇരിമ്യാവേ, നീ പോയിട്ട് ഒരു മനോഹരമായ മൺപാത്രം, എന്താ കാണുന്ന മൺപാത്രം നീ മേടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഇസ്രായേൽ മക്കൾ കാണുകെ നീ ഉടച്ചു കളയുക. എന്നിട്ട് നേരത്തെ വായിച്ച വാക്യം ഇതാണ്, ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും, തൊട്ട് മോളി പറയുക, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം. ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ഈ മനോഹരമായ പാത്രം യിരെമ്യാ പ്രവാചകൻ വാങ്ങിക്കൊണ്ടുവന്നു, എന്നിട്ട് ഉടച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പാത്രം ഇനി മെനഞ്ഞെടുക്കാൻ പറ്റുമോ? രണ്ടാമത് ഈ മനോഹരമായ പണി തീർത്ത പാത്രം പ്രവാചകൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉടച്ച ശേഷം ആ പാത്രം, ഉടഞ്ഞ പാത്രത്തെ വീണ്ടും മെനയാൻ പറ്റുമോ കുശവന്? ഇല്ല. അത് പെർഫെക്റ്റായ പാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ കയ്യിലിരിക്കുമ്പോൾ അതെന്ത് വേണമെങ്കിലും ചെയ്യാം. പണി കഴിഞ്ഞാൽ ഞാൻ പിശാചിനെ കുറിച്ച് പറഞ്ഞു വരിക കേട്ടോ. പണി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും മെനയുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ട് പറയാ, നിങ്ങൾ ഇതുപോലെ ഇസ്രായേൽ മക്കളോട് പറയാ, നമ്മുടെ ചിന്താവിഷയം അതല്ലല്ലോ, നമുക്ക് ഇത് പിശാചിനെ കുറിച്ചാ, എന്താണെന്ന് പറഞ്ഞു വരാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എബ്രായ 2:7-9 വാക്യങ്ങളും സങ്കീർത്തനം ഇവിടെ 8:5 വാക്യം പഠിക്കുമ്പോൾ ലോവർ ദാൻ ഏഞ്ചൽസ്, ലോവർ ദാൻ ഗോഡ്, 2 വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ 2 വാക്കുകൾ അവിടെയുണ്ട്. അതിൻ്റെ 7-9 വാക്യം പഠിക്കുമ്പോൾ, നീ അവരെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി നീ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അല്പം ദൂതന്മാരെക്കാൾ താഴ്ത്തിയാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? നമ്മെ സൃഷ്ടിച്ചത്. 2 സങ്കീർത്തനം 8:5 വായിക്കുമ്പോൾ, നീ അവനെ ദൈവത്തെക്കാൾ, അവിടെ ദൂതന്മാരെക്കാൾ, ഇവിടെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചിരിക്കുന്നു. ആരെ അണിയിച്ചത്? നമ്മെ, മനുഷ്യനെ, ആകത്തിനെ അണിയിച്ചിരിക്കുന്നു. അല്പം താഴ്ത്തി അല്ലേ? ആ ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ രണ്ടും ഇതിൽ ഒരു വാക്ക് പുതിയ നിയമത്തിലെ വാക്കാ അല്ലേ? ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, അവിടെ പറയുന്നു ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വാക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരല്പം താഴ്ത്തിയാണ് സൃഷ്ടിച്ചത്. ഇപ്പുറത്ത് നമ്മൾ തൊട്ട് മോളി ചിന്തിച്ചായിരുന്നു അല്ലേ? എന്താ ചിന്തിച്ചത്? ഒരു പണി കഴിഞ്ഞ പാത്രം ഉടഞ്ഞു പോകും, അത് പിന്നെ ഒരിക്കലും
ഇപ്പം നമുക്ക് ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും അല്ലേ, ഒട്ടിച്ചാലും അത് ഏച്ച് കെട്ടിയോ അല്ലേ അതുപോലെ ഇരിക്കുന്ന പോലെ ഒരിക്കലും നന്നാക്കാൻ പാടത്തില്ല. എന്നിട്ടാണ് ദൈവം പറഞ്ഞത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അല്പം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി കാര്യത്തിലേക്ക് വരാം. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോൾ ഇതുപോലെ പെർഫെക്റ്റായി അവരുടെ സൃഷ്ടിപ്പിൽ പെർഫെക്റ്റ് ജീവികളായിട്ടാണ് സൃഷ്ടിച്ചത്. ആണോ? അല്ലേ? അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരുപാട് ജോലികളുണ്ട്. ജലത്തിൻ്റെ മേൽ അവകാശമുള്ള ദൂതന്മാരുണ്ട്, അഗ്നിയുടെ മേൽ അവകാശമുള്ള ദൂതന്മാരുണ്ട്, അല്ലെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് ജോലികളുള്ള ദൂതന്മാരുണ്ട്. പക്ഷെ ദൈവം അവരെ ജോലിയോടുള്ള ബന്ധത്തിൽ ദൂതന്മാരെ കുറിച്ച് പഠിക്കാൻ പോയാൽ ഇനി മാസങ്ങളെടുത്ത് പഠിക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും ഓരോ ഭൂതന്മാരാണ് അവരുടെ ജോലി എന്നതൊക്കെ ഒരുപാട് പേരെ പഠിക്കേണ്ടി വരും. എങ്ങനെയാണ് അവർ ഭൂതങ്ങളായി മാറിയത് അല്ലെ, ഒരുപാട് കാര്യം പഠിക്കേണ്ടി വരും. ഞാൻ ഒറ്റ വാക്കിൽ മാത്രം പറഞ്ഞു വിടുകയാണ് നമ്മളത്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത് പെർഫെക്റ്റ് ജീവികളെ, പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി അവർ പെർഫെക്റ്റാണ്, സ്പിരിച്വൽ ബീയിങ്ങാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സൃഷ്ടിപ്പിൽ അവർ പെർഫെക്റ്റാണ്. ഇനി അവർ വീണുപോയാൽ അവർ ഒരിക്കലും മെനയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ കുശവന്റെ അടുക്കൽ നിന്ന് പാത്രം മേടിച്ച് ഉടച്ചു കളയുവാൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോഴും ഈ ഒരു മർമ്മം മറഞ്ഞു കിടക്കുന്ന മറ്റൊരു വെളിപ്പാടാ. ഏതാണെന്നറിയാമോ? ആണോ? പെർഫെക്റ്റായി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരെ അവർ വീണ് അല്ലേ, നേരത്തെ പഠിച്ചില്ലേ, അവർ 5 പ്രാവശ്യം ഞാനെന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് സമനാക്കാൻ നോക്കിയപ്പോൾ ദൈവം അവനെ വെട്ടി താഴെക്കിട്ടപ്പോൾ അവർ പെർഫെക്റ്റ് ജീവികളാ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സൃഷ്ടിപ്പായതുകൊണ്ട് അവരെ വീണ്ടും മെനയാൻ കഴിയില്ല. അത്ര എനിക്ക് മനസ്സായോ? അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയ ദൈവം ഈ ഒരു ഗോളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. താഴെ കാണുന്നല്ലേ അല്ലേ? നരകം എന്തിനാ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? മത്തായി 25:41 എന്താ പറയുന്നത്? പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവനെ, നീ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്കല്ലേ, നിത്യമായ അഗ്നിയിലേക്ക് കടന്നു പോകുവിൻ. വായിച്ചിട്ടില്ല നിങ്ങള്? ആണോ? എന്തൊക്കെ മനസ്സിലാകാതെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പെർഫെക്റ്റായി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ വീണുപോയത് കൊണ്ട് അവരെ വീണ്ടും മെനയുവാൻ കഴിയാത്തത് കൊണ്ടും അവർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഒരു ഗോളമാണ്, ഒരു ഗ്രഹമാണ് ഏത്? ഈ നരകമെന്ന് പറയുന്നത്. അത് ഓൾറെഡി ഇപ്പോഴുണ്ട്. അതിനെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സൂചന നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഓക്കെ, വിടുമ്പോൾ അതുകൊണ്ട് ആ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ പോകുമ്പോൾ അല്പം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തുകൊണ്ടായിരിക്കും? ഇടക്കിടക്ക് പരീക്ഷിടാം. എന്തുകൊണ്ടായിരിക്കും ദൈവം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ദൂതന്മാരുടെ വീഴ്ച വരെ ആയിട്ടുള്ളൂ. നമ്മൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അടുത്ത അതിനെക്കുറിച്ച് പഠിക്കാൻ പോകുക നമ്മൾ. അപ്പോൾ ദൂതന്മാർ വീണുപോയി, അവർക്ക് വേണ്ടി നരകമൊരുക്കി വെച്ചു. ശരി തന്നെയാണ്, നമുക്കറിയാം. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി? സംഗീതക്കാരൻ പറയുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പുത്രന്മാരെ അങ്ങനെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? വേണമെങ്കിൽ ദൈവത്തെ പോലെ ഉണ്ടാക്കിയ പോരായിരുന്നോ? അല്ലേ? മര്യാദക്ക് ഉണ്ടാക്കി സ്വർഗത്തിൽ ജീവിച്ചാൽ പോരായിരുന്നോ ദൈവത്തിന് നമ്മളേക്ക്? എന്തുകൊണ്ട് അല്പം താഴ്ത്തി? അതുകൊണ്ട് നമുക്ക് ഇപ്പം പിടുത്തം കിട്ടില്ല അവർക്ക് അല്ലേ. കാരണം ദൈവ മനുഷ്യൻ അല്പം താഴ്ത്തി ഉണ്ടാക്കാൻ കാരണം ദൂതന്മാരൊക്കെ താഴ്ന്നിരിക്കുന്നത് അവർ സ്പിരിച്വൽ ജീവികളാണ്. അവർക്ക് ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഇപ്പോൾ അവർക്ക് അമേരിക്ക എത്താൻ കഴിയും. അത്രയും ഫാസ്റ്റ് അവർ. നമുക്ക് പറ്റത്തില്ല. നമുക്ക് വിസ എടുക്കാൻ പോകണം, ഒരുപാട് പണിയിക്കേണ്ടല്ലേ. കാരണം ദൈവം അല്പം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താണ് അല്പം താഴ്ത്തിയത്? എന്തായിരിക്കും താഴ്ച? നമുക്ക് ദൂതന്മാരെക്കാളും ദൈവത്തെക്കാളും നമുക്ക് എന്താണ് താഴ്ച ഭവിച്ചത്? താഴ്ച ഭവിച്ചവനായ ക്രിസ്തു, എബ്രായ ലേഖനത്തിൽ പറയുന്നില്ലേ, ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നുണ്ട് താഴ്ച ഭവിച്ച. എന്താണ് യേശുവിന് ആ താഴ്ച വന്നത്? നമ്മുടെ ബോഡി, ഈ ശരീരം മണ്ണുകൊണ്ട്, വേറെ ഒന്നുമില്ല. പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? മനുഷ്യന് 3 ഭാഗമുണ്ട്. 33.33% 3 ഭാഗങ്ങളല്ലേ. അതിൽ 66.66% അദൃശ്യ ലോകത്തിൽ ജീവിക്കുന്നവനാ, മരണമില്ലാത്തവരാ മനുഷ്യൻ. ബാക്കി കാണത്തക്ക ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ബോഡി മാത്രം 33.33% ഈ ബോഡി കാണത്തക്ക വണ്ണമുള്ള ലോകത്തിൽ ജീവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമുക്ക് താഴ്ച വന്നത്. സത്യത്തിൽ ഇതാണോ മനുഷ്യൻ? ഇതല്ല. സയൻസും നരേന്ദ്രമോദി സാറൊക്കെ നമുക്ക് ഇതിനു വേണ്ടിയ ആധാർ കാർഡൊക്കെ നൽകുന്നത്. ഇതല്ല മനുഷ്യൻ. ഇത് വെറും ഉടുപ്പ്, വസ്ത്രം, ടെമ്പററി കൂടാരം.
7-ാം അധ്യായത്തിൽ കൊരിന്ത്യർ പറയുന്നത് ഈ ടെമ്പററി കൂടാരം മാത്രമാണ്, ഇത് വസ്ത്രമാണ്, ഒലിഞ്ഞു വെക്കേണ്ട സാധനമാണത് അല്ലേ. യഥാർത്ഥ മനുഷ്യരെ ഇന്ന് സയൻസിന് പോലും അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, യഥാർത്ഥ മനുഷ്യൻ അകത്ത് കിടക്കുന്നത് അവൻ ജീവനുള്ള ദേഹി, സോളായി തീർന്നു. സുഖേ ജീവനുള്ള ദേഹി. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? പഴയ 25 ക്ലാസ്സൊക്കെ നിങ്ങൾ ഓർമ്മ, ഇതൊക്കെ ഓടി വരണം, ഇതൊക്കെ ലിങ്ക് ചെയ്ത് കിടക്കുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ. അപ്പം അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്പം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം വീണ് പോയാലും ദൈവം നമ്മെ പണിതെടുക്കാൻ കഴിയും ദൈവത്തിന് നമ്മെ. പക്ഷേ പാവം മറച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് വേറെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ വിടുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഇര്മയാവിന് 2 ദർശനങ്ങൾ അല്ലെങ്കിൽ 2 ഉപമകളിലൂടെ പോയി കാണിച്ചു കൊടുക്കുക, ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുക. പഴയ നിയമത്തിൽ ഹോശേയ പ്രവാചകനൊക്കെ ഇതുപോലെ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. ഒരു വേശ്യാസ്ത്രീയെ പോയി വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ചില സമയങ്ങളിലൊക്കെ ദൈവം നമ്മളെ അതുപോലെ കടത്തിവിടും. മിണ്ടുന്നില്ല നിങ്ങൾ? അത് നമുക്ക് പഠിക്കാൻ. ഞാൻ പറയുക എന്നേക്കാ കഷ്ടത്തിന് തീച്ചൂളയിൽ കൂടി കടത്തിവിട്ട് ഒരുപക്ഷെ അത്രയ്ക്കും നിങ്ങൾ അനുഭവിച്ചാലും ഇവിടെ ഉണ്ടാകത്തില്ല. ഞാനൊക്കെ അനുഭവിച്ച കഷ്ടത്തിന് അടവിൽ കൂടി അനുഭവിച്ചാലും ഇവിടെ ഉണ്ടാവത്തില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, അതിൽ കൂടി ദൈവം കടത്തിവിട്ടത് കൊണ്ടാണ് വാക്കിലൊക്കെ തീച്ചൂളയുടെ അല്ലെങ്കിൽ മൂർച്ചയേറിയ വാക്കുകൾ വരുന്നത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് പലപ്പോഴും നമ്മളേക്ക് അനുവദിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ അതിൽ കൂടി അപ്പുറത്ത് കടക്കും. ഒരു ദിവസം കടക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതേ കഷ്ടം അനുഭവിച്ച മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തൊക്കെ പറയും, എൻ്റെ സഹോദര, ഇതൊക്കെ ഞാൻ കടന്നുപോയതാ, എന്നെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കുമെന്ന് പറയുമ്പോൾ ആ വാക്ക് മതി 1000 സൗഖ്യം നൽകുവാൻ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒന്നും തിന്മക്കല്ല, നന്മക്കായിട്ട് ദൈവത്തിന് ഈ പ്രവർത്തികൾ പ്രവാചകന്മാരിലെയും ഹോശേയ പ്രവാചകനെയൊക്കെ ഒരു വേശ്യാസ്ത്രീയെ കൊണ്ട് കല്യാണം കഴിച്ച് അതുപോലെ പഠിപ്പിച്ച ദൈവം, അതുപോലെ മനോഹരമാക്കിയ ദൈവത്തിന് കൂടെ നിന്ന് കൊടുത്താൽ മതി. അവൻ്റെ പ്രവർത്തികളൊക്കെ നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല, അവൻ്റെ പ്രവർത്തികളൊക്കെ. അപ്പം അതുകൊണ്ട് നന്മക്ക് വേണ്ടിയാ ചിലതൊക്കെ കഷ്ടമൊക്കെ വരുന്നതൊക്കെ നമ്മളെ പണിതെടുക്കാൻ വേണ്ടിയാ. പിന്നെ എക്സാം വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടും പഠിച്ചെഴുതാം. ആ എക്സാമൊക്കെ വലിച്ചു നീട്ടി 1 മാസം കൊണ്ട് എഴുതാം. പിന്നെയും വലിച്ചു നീട്ടി പിറുപിറുത്തും കൊണ്ട് 1 വർഷം കൊണ്ട് വേണമെങ്കിൽ അത് വലിച്ചു നീട്ടി എഴുതാം. വേണമെങ്കിൽ ജീവിതകാലം മുഴുവനും പിറുപിറുത്തോണ്ട് ജീവിച്ച് ജയിക്കത്തുമില്ല, അങ്ങനെ നമുക്ക് കളയാം. പക്ഷെ ബുദ്ധിയുള്ളവൻ, വചനപ്രകാരം അറിവുള്ളവൻ ആ ഒറ്റ ദിവസം കൊണ്ട് എഴുതിയെടുത്താൽ നല്ല കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ എല്ലാം നന്മക്കിട്ട്. അതുകൊണ്ട് ഞാൻ പൗലോസിന്റെ വാക്കാ പറയുന്നത് അല്ലേ. ഞങ്ങളെ ഇതുപോലെ കഷ്ടങ്ങളാക്കിയിട്ടത് ഇതുപോലെ അനേകരെ, എൻ്റെ ഓർമ്മ കുരുതില്ല, ഞങ്ങളുടെ വാക്ക് പറയുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വീണുപോയ ഈ ദൂതന്മാർ എല്ലാവരും അവർക്കിനി ദൈവത്തിന് മെനയാൻ കഴിയത്തില്ല. 33.33% ദൂതന്മാർ 30 ദൈവങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന അവർ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയാ ദൈവം നരകത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടാക്കി പഠിച്ച ഓർമ്മയുണ്ടോ? പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് മുഴുവനും ഉണ്ടാക്കി വെച്ചിട്ടാ ദൈവം പ്രവൃത്തി ആരംഭിച്ചത്. മറന്നു പോകരുത്. അപ്പോൾ നരകത്തെക്കുറിച്ച് പോലും നരകം ഉണ്ടാക്കി ആരാന്നറിയാമോ? ദൈവമല്ല. നരകം ഉണ്ടാക്കി ആരാന്ന് പറയാമോ? ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പറയുന്ന സത്യമുണ്ട്, ശരി തന്നെയാ. അല്ല, എന്നാലും ആ വാക്ക് ശരിയില്ല. നരകം ഉണ്ടാക്കി ആരാന്നറിയാമോ? എൻ്റെ ചത്തുവയെ വെല്ലിപ്പിച്ചൊന്നും അല്ല ഉണ്ടാക്കിയത്. പറ, നരകമുണ്ടാക്കിയത് കർത്താവാ. ഞാൻ ആ വാക്ക് ദൈവം തന്നെയാണ്, പേടിക്കാൻ വേണ്ട. ആ വാക്കിൻ്റെ എംഫസൈസ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. കാരണം നിങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ പഠിച്ചാൽ, ഒന്ന്, യേശുവിൻ്റെ പ്രസംഗം 3 കാര്യങ്ങളാണ് യേശു പ്രസംഗിച്ചു. 1, ദൈവരാജ്യത്തെക്കുറിച്ച്. 2, യേശു പ്രസംഗിച്ച സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തും ദൈവരാജ്യവും എന്ന് പറയുന്ന ക്ലാസ് നമുക്കുണ്ട്. അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് സമ്പത്തും ദൈവരാജ്യം തമ്മിൽ. കയ്യിലൊക്കെ പൈസയില്ല, ബാങ്കിലൊക്കെ, അതൊക്കെ എന്താണെന്നൊക്കെ പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. സമ്പത്തും ദൈവരാജ്യം. 3-ാമത്തെ യേശുവിൻ്റെ പ്രസംഗം നരകത്തെക്കുറിച്ച് 13 പ്രാവശ്യം, അതിൽ 12 വാക്കും 12 പ്രാവശ്യം യേശു തിരുവാമൊഴിഞ്ഞ് പറഞ്ഞ കാര്യമാണ് നരകത്തെക്കുറിച്ച്. കാരണം നരകത്തിൻ്റെ ഭീകരതയും അതിൻ്റെ വ്യാപ്തിയും ആഴമൊക്കെ സൃഷ്ടിച്ചവൻ അറിയാവുന്നത് കൊണ്ട് അവൻ ഭൂമിയിൽ വന്ന് 33 വർഷം ജീവിച്ചിട്ട് അതിൽ 3.5 വർഷക്കാലം ഇതിനെക്കുറിച്ച് ആഴമായി വിളിച്ചു പറഞ്ഞു, നരകത്തെക്കുറിച്ച്. കാരണം അത്രയും ഭയാനകമാണ് നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് നരകത്തിൻ്റെ വിട്ടൊഴിയും എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ശിക്ഷാവിധിയിൽ നിന്ന് ജാതികളെ പോലെ നിങ്ങൾ ആ ശിക്ഷാവിധി അകപ്പെടാതിരിപ്പാൽ നിങ്ങളെ തന്നെ വിധിപ്പിന്നൊക്കെ പറഞ്ഞില്ലേ കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക്.
മനസ്സാവുന്നുണ്ടോ? അത്രക്കധികം. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രസംഗത്തിനകത്ത്, കാരണം അവൻ ഉണ്ടാക്കിയത് അവനറിയാം അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ദുരന്തം എത്രമാത്രമുണ്ടെന്ന് യേശുവിന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് അവൻ്റെ വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങളും അതുപോലെ ശ്രദ്ധിച്ച് പഠിച്ചാൽ അവൻ്റെ വാക്കിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. നമുക്ക് ഇത്രയൊക്കെ മനസ്സാവുന്നു ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതുകൊണ്ട് വീണുപോയ ദൂതന്മാരെ ഇടാൻ വേണ്ടിയാണ്, അവരെ വീണ്ടും മെനയുവാൻ കഴിയാത്തത് കൊണ്ടും അവരെ ഇടാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സ്ഥലമാണ് നരകം. ഹല്ലേലൂയ. പക്ഷെ പോകുമ്പോൾ അവൻ ഒറ്റക്കല്ല പോകുന്നത്, അവൻ്റെ കൂടെ അവരും ഉണ്ടാകും അല്ലേ? അങ്ങനെ ഓക്കെ. യോബിന്റെ പുസ്തകം 1:6 മുതൽ 7 വരെ പഠിക്കുമ്പോൾ ഇന്ന് ഈ ദൂതന്മാരെ നരകത്തിൽ തള്ളിവിടാതെ, ഇത് ഇന്ന് സംഭവിച്ചതല്ല, പുരാതന ഭൂമിയൊക്കെ സൃഷ്ടിച്ച ശേഷം ആ സന്ദർഭങ്ങളിൽ സംഭവിച്ച കാര്യമാണല്ലേ പിശാചുക്കൾ വീണുപോയതൊക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ കണ്ട ഒരു വാക്യം കണ്ടായിരുന്നു, ഉൽപ്പത്തി 1:1, ആദിയിൽ ആകാശവും ഭൂമിയും, അത് ഒരു വാക്യം അല്ലേ? ഈ ഭൂമി പുരാതന ഭൂമിയാണ്. പുരാതന ഭൂമി എന്ന് പറയും അല്ലേ? വാക്യ പുരാതന ഭൂമി എന്ന് പറഞ്ഞാൽ അറിയാലോ എനിക്ക്. ഇപ്പൊ പറഞ്ഞ ഉൽപ്പത്തി 1:1 പറയുന്നില്ലേ, ആദിയിൽ ദൈവം ഭൂമി അല്ലേ? ആ പുരാതന ഭൂമി അത് ഏദൻ തോട്ടം പോലെയായിരുന്നു. ഇവിടെയായിരുന്നു അതല്ല കെരൂബ് അല്ലേ? ആ കെരൂബായവൻ ദൈവത്തിനോട് ഇറങ്ങി വരുന്ന സ്ഥലം ഇതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ അല്പം ചിന്തിച്ചു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ പിശാചിനെയും കൂട്ടരെയും വെട്ടിയിടുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എത്രയോ ഗോളങ്ങളുണ്ട്, എത്രയോ ഭൂമിയെപ്പോലെ തന്നെ എത്രയോ വേറെ സ്വർണം കൊണ്ട് സ്വർണ്ണ ഖനികളുള്ള എത്രയോ നല്ല ഗോളങ്ങൾ അല്ലേ? ഗ്രഹങ്ങൾ എന്നല്ലേ അല്ലേ? ഗോളങ്ങൾ എത്രയോ ഉണ്ട്. അവിടെയൊന്നും ഈ പിശാചും കൂട്ടരും പോയി വീഴാതെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് തന്നെ വന്ന് വീണത് ഇല്ലേ? 1:1 ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ഭൂമിയും ആകാശം സൃഷ്ടിച്ചു. ഈ ഒന്നാമത്തെ ഭൂമി അല്ലേ? പുരാതന ഭൂമി. എന്തുകൊണ്ടാ പിശാച് വീണുപോയപ്പോൾ ഈ ഭൂമിയിലേക്ക് തന്നെ വന്ന് വീണത്? കാരണം അതിനകത്താ ദൈവത്തിന്റെ പ്രൊജക്റ്റ് ആരംഭിക്കാൻ പോകുന്നത്. എന്താ പ്രൊജക്റ്റ്? ദൈവത്തിന്റെ മക്കൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊജക്റ്റ് ഈ ഭൂമിയല്ല, ആ ഭൂമി, പുരാതന ഭൂമി അല്ലേ? യെസ്, ആ പുരാതന ഭൂമി. അതുകൊണ്ട് പിശാചും കൂട്ടരും വീണപ്പോൾ ഭൂമിയിലേക്ക്, ഈ ഭൂമിയിലേക്ക്, ആ കാണുന്ന ഭൂമിയിലേക്ക് വന്ന് വീണിട്ട് രണ്ടാം വാക്യം, ഭൂമി പാഴശു. ആ ഗ്യാപ്പ് എത്ര നമുക്ക് അറിയത്തില്ല. ഒന്നാം വാക്യവും രണ്ടാം വാക്യം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര നമുക്ക് അറിയത്തില്ല. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏതാ? പിശാചുക്കൾ വീണു, അത് ഭൂമിയെ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു. ഈ രമ്യ പ്രവാചകന്റെ വാക്ക് പഠിച്ചാണ് നമ്മൾ, ഭൂമിയെ മരുഭൂമി പോലെ ആക്കി. യെശയ്യാവിൽ 14 വായിച്ചു, ഭൂമിയെ മരുഭൂമി പോലെ ആക്കി വെച്ചിരിക്കുന്നു അല്ലേ? ആണോ? അതാണ് രണ്ടാമത്തെ ഭൂമി, പാഴും ശൂന്യവുമായ ഭൂമി. രണ്ടാമത്തെ ഭൂമി പാഴും. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഒന്നും പാഴും ശൂന്യമില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ. എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ വഞ്ചിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ കൊണ്ട് ആകുന്നില്ല, അയ്യോ ഞാൻ ഇങ്ങനെ കൊള്ളൂല, പഠിപ്പില്ല, എനിക്ക് അതില്ല ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങളെ സാധിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഒന്നും പാടില്ല, ഒന്നും പാടില്ല. അവൻ്റെ സൃഷ്ടിപ്പിൽ എല്ലാം നല്ലത് തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ എന്നെ നിങ്ങളെ മെനഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുമ്പോൾ, എൻ്റെ സൃഷ്ടിപ്പിൽ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ പെർഫെക്ഷനാണ് ജനിക്കുന്നത്. ഒരുപക്ഷെ കറുത്തിരിക്കുക, അത് ഒത്തിരി വെളുത്തിരിക്കുക, അത് ദൈവത്തിന് ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ല അത്. പക്ഷേ അത് സൃഷ്ടിച്ചത് ദൈവമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ സൃഷ്ടിപ്പ് രണ്ടാമത്തെ ഭൂമിയാണ് പാഴും ശൂന്യമായ ഭൂമി. മൂന്നാമത്തെ ഭൂമിയാണ് ഇപ്പോൾ കാണാൻ 7000 വർഷം ആയുസ്സുള്ള ഭൂമി. നമ്മളിപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഭൂമി, അവിടെയാണ് 7000 വർഷം. മൂന്നാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 1:1, ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും. രണ്ടാം വാക്യം പാഴ് ശൂന്യമായിരിക്കുന്നു. മൂന്നാം വാക്യം വെളിച്ചമുണ്ടാകട്ടെ അല്ലേ? വെളിച്ചമുണ്ടാകട്ടെ. സമയം ആരംഭിച്ചു. ഏതിന് സമയം? ഈ ഭൂമിയുടെ, മൂന്നാമത്തെ ഭൂമിയുടെ സമയം ആരംഭിച്ചു. ഒറ്റ ഭൂമി തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതിനെ റെനോവേറ്റ് ചെയ്തെടുക്കുക. പറയാൻ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. മൂന്നാമത്തെ ഈ കാണുന്ന ഭൂമിയെ ദൈവം പുതുക്കി പണിതാണ് സമയമുണ്ട്. എന്താ പറയുക? വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ ചന്ദ്രനുമല്ല, ക്രിസ്തു വെളിച്ചമാകുന്ന വചനം വന്നു വീണു.
അതാണ് ഉൽപ്പത്തി 1:3 പറയുന്നത്, വെളിച്ചമുണ്ടാകട്ടെ. നാലാം ദിവസമാണ് ദൈവം ഭൂമിക്ക് വെളിച്ചം കൊടുക്കുവാൻ വലിയ ഗോളമായ സൂര്യനെയും ചെറിയ ഗോളമായ ചന്ദ്രനെയും സൃഷ്ടിച്ച 4-ാം ദിവസമാണ്. ഇത് 1-ാം ദിവസം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അത് വചനം വന്നു വീണതാ. അല്ലേ? ആണോ? ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? 5 ഭൂമി എന്ന് പറഞ്ഞേക്കട്ടെ, എന്നിട്ട് പോവാം. 1 പുരാതന ഭൂമി, മനസ്സിലായി അല്ലേ? ഏദൻ തോട്ടം പോലെയുള്ള പുരാതന ഭൂമി എന്നാ ഈ പിശാചിനെ കുറിച്ച് അല്ലെങ്കിൽ കെരൂബിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഏദൻ തോട്ടത്തിലായിരുന്നാ പറയുന്നത് അല്ലേ? പുരാതനമായ ഈ ഭൂമി എന്ന് പറയുന്ന ആ പുരാതന ഭൂമിയിൽ ഏതോട്ടത്തിലായിരുന്നു. അത് 2ാമത് പാഴും ശൂന്യമായി പോയി. 3ാമത് ഈ 7000 വർഷം മാത്രം ആയുസ്സുള്ള, നോക്കിയേ അല്ലേ, ആയുസ് മാത്രമുള്ള ഈ ഭൂമിയെ വീണ്ടും പുതുക്കി പണിയുന്നു. 4ാമത് ഒരു ഭൂമി വരും. അത് വേറൊന്നുമല്ല, പേടിക്കൊന്നും വേണ്ട, ഇത് തന്നെ വീണ്ടും റിനോവേറ്റ് ചെയ്യും. ഈ അധികം താമസമൊന്നുമില്ല, ഒരു കുറച്ച് നിസ്സാര വർഷങ്ങൾ കഴിയുമ്പോൾ ചില 3-4 ലോഹമായി, ചെറിയായിട്ട് 3-4 ലോഹമായി ഇതൊക്കെ വരും. ന്യൂക്ലിയർ ബോംബ് പൊട്ടും, ചെറിയ ന്യൂക്ലിയർ ബോംബ് പൊട്ടും, ക്ഷാമവും ഭൂകമ്പവും, കടലൊക്കെ ആകെ എന്താ പറയുക, നമ്മുടെ ഇതാണ് മുല്ലപ്പെരിയാർ പൊട്ടും, അത് പൊട്ടും, അതൊക്കെ പൊട്ടാനുള്ളതാ, ഒന്നും പേടിക്കണ്ട. 2ാമത്തെ പകുതിയിൽ അതൊക്കെ താഴേക്ക് വരും, എല്ലാം വരും, അതൊക്കെ പൊട്ടി ചകർന്ന് തരിപ്പണമായി ഈ ഭൂമി എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ ബോംബിട്ട് കളിച്ച് വെറും ഈ പൂരപ്പറമ്പ് എന്നൊക്കെ പറയും. ഞങ്ങൾ പണ്ടൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ വെടിക്കെട്ട് കഴിഞ്ഞാൽ ഒരു പൂരപ്പറമ്പെന്ന് പറയും. അതുപോലെ ഭൂമി ആയി മാറും ഈ 3rd വേൾഡ് വാർ കഴിയുമ്പോൾ. അതിനുശേഷമാണ് ക്രിസ്തുവും അവൻ്റെ വിശുദ്ധന്മാരുമായി യൂദായുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 3ാമത്തെ റെനോവേറ്റ് ചെയ്തെടുക്കുന്ന ഭൂമിയാണ് ഈ 4ാമത്തെ ഭൂമി 1000 ആണ്ടിലേക്ക് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? 2300 ദിവസങ്ങൾ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണ് 12-ാം അധ്യായത്തിൽ 2003 വർഷം ദിവസങ്ങൾ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ദിവസങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം ഈ ഭൂമിയെ പുതുക്കി പണിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടും കാര്യമില്ല. പത്രോസ് പറയുക, ഈ ഭൂമി തീക്കായി കാത്തിരിക്കുന്നു. കാരണം ഇത് ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റമാണിതെല്ലാം. ആറ്റം, ഒരു തീപ്പൊരി ഒന്ന് കത്തിച്ചാൽ മതി, ഇത് മുഴുവനും കത്തിപ്പോകുന്ന ഈ ഭൂമി മുഴുവനും, ഗോളങ്ങൾ മുഴുവനൊക്കെ ആറ്റമാണതെല്ലാം. ക്ലിയറാണോ? ഇത് കത്തിപ്പോകും. അതിനുശേഷം ഭൂമിയുടെ ഈ കർത്താവിൻ്റെ വരവിന് വന്ന് 1000 ആണ്ട് കഴിഞ്ഞ് വീണ്ടും ഗോഗു മാഗോ യുദ്ധം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഭൂമിയും ആകാശവും കത്തിപ്പോയ ശേഷമാണ് ഈ പുതിയ ഭൂമി, വെള്ളസിംഹാസന ന്യായവിധിയുണ്ട് അതിനിടയ്ക്ക്. വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞിട്ടാണ് ഈ പുതിയ ഭൂമി ഉണ്ടാകാൻ പോകുന്നത്. ഇത് നിത്യത, ഇതിവിടെയല്ല, സമയത്തിലല്ല, നിത്യതയിൽ വരുന്ന ഭൂമിയാണ്. അതിന് സമയമില്ല. ഇത്ര എനിക്ക് മനസ്സിലായോ? ജസ്റ്റ് ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ, പേടിക്കാൻ വേണ്ടി. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാത്താൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സാത്താൻ വീണുപോയി, അവനെ വീണ്ടും പണിയുവാൻ കഴിയില്ല എന്ന് കണ്ട് ദൈവം അവൻ്റെ സൃഷ്ടിപ്പ് പെർഫെക്റ്റ് ആയതുകൊണ്ട്, അവന് കഴിയാത്തത് കൊണ്ട് ദൈവം അവന് വേണ്ടി നരകത്തെ സൃഷ്ടിച്ചു അല്ലേ? നരകത്തെ സൃഷ്ടിച്ചു, നമ്മൾ അത് കണ്ടായിരുന്നു. അന്ന് ദൈവത്തിന് വേണമെങ്കിൽ ആ പിശാചിനെയും കൂട്ടരെയും വേണമെങ്കിൽ അന്നേ നരകത്തിൽ തള്ളിയിടായിരുന്നു. കാരണം ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടത് നരകമൊക്കെ, ഇപ്പോഴല്ല, പണ്ടേ കഴിഞ്ഞതാ. എന്തുകൊണ്ട് ദൈവം സാത്താനെയും അല്ലെങ്കിൽ പിശാചിനെയും അവൻ്റെ ദൂതന്മാരേക്ക് നരകത്തിലേക്ക് തള്ളിക്കളയാതെ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ, ഈ ആകാശമണ്ഡലങ്ങളിലും ഈ ഭൂമിയിലേക്ക് എതിരിട്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ആത്മമണ്ഡലമൊക്കെ പൊട്ടി പുറത്തു വരട്ടെ. എന്തിനു വേണ്ടിയാ? പണ്ടേ വീണുപോയ ദൂതന്മാരെ പിടിച്ച് നേരെ അവിടെ എങ്ങനെ കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ? ഒരു പ്രശ്നം ഏതോട്ടത്തിൽ ഹവ്വനെ ചതിക്കത്തുമില്ല അല്ലേ? പിശാച് വന്നോണ്ടല്ലേ ഹവ്വനെ ചതിച്ചത്, അങ്ങനെയല്ലേ? അങ്ങനെ ചതിക്കത്തുമില്ലായിരുന്നു. മര്യാദക്ക് നമുക്കെല്ലാവർക്കും ഏതെങ്കിലും തോട്ടത്തിൽ ജീവിക്കാമായിരുന്നു അല്ലേ? ഈ പോത്തിസം, ഈ ശീമാട്ടിക്ക് അടച്ചു പോയനെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് തേജസ് നമ്മുടെ മേലിരിക്കുക അല്ലേ? ഒക്കെ ഇരിക്കുക. നമുക്ക് ഒരു വസ്ത്രവുമില്ലാതെ തേജസ് മാത്രം ഉടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്തിനാ ഇങ്ങനെ വീണുപോയത്? പിശാചിനെ തുറന്നു വിട്ടതുകൊണ്ടല്ലേ അവൻ ഒളിച്ച് വന്ന് പാമ്പായിട്ടൊക്കെ വന്ന് വെറുതെ മനുഷ്യനൊക്കെ ചതിച്ച് വെറുതെ ഉൾക്കളഞ്ഞത്. അവനെ പിടിച്ച് വേറെ ഇട്ടിരുന്നെങ്കിൽ പണ്ട് നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നമ്മെ പണിതെടുക്കാൻ വേണ്ടിയ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് സ്വയം വില്ല് കൊടുത്തിട്ടുണ്ട്, വിൽ പവർ, ഇച്ഛാശക്തി അല്ലേ? ഉൽപ്പത്തി പുസ്തകം ദൈവം ആദത്തിനെ ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ എന്താ അവർ കൊടുത്തത്? ദൈവത്തെ പോലെ തന്നെ സ്വരൂപവും സാദൃശ്യം അല്ലേ? പണ്ട് പഠിച്ചതൊക്കെ പഴയ ക്ലാസ്സൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്?
ഇച്ഛ, വികാരങ്ങൾ, അല്ലേ, ഇച്ഛ, ബുദ്ധി എന്നൊക്കെ പറയുന്ന കാര്യം ഓർമ്മയുണ്ടോ? ദേഹിയുടെ ഭാഗങ്ങളൊക്കെ ദൈവം ആദത്തിന് കൊടുത്തു. ഇനി ആദം മനഃപൂർവ്വം തീരുമാനിക്കണം. എന്ത്? ഞാൻ നന്മയെ അല്ലെങ്കിൽ നന്മത്തിന്മ വിഷം കഴിക്കണോ, അതോ ജീവന്റെ വിഷത്തിന്റെ ഫലം കഴിച്ചെന്ന് ദൈവത്തെ പോലെ ആകണമോ, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആയി മാറണമോ, അല്ലെങ്കിൽ നന്മത്തിന്മ വിഷത്തിന്റെ ഫലം കഴിച്ച് ദൈവമായി മാറണമോ എന്നൊക്കെ ആദം തീരുമാനിക്കണമായിരുന്നു. തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം മുമ്പിൽ? എന്ത് വേണം മുമ്പിൽ? ടെസ്റ്റ് വേണം. ഞാൻ ഇപ്പം മോളുടെ സ്കൂളിൽ പോയിട്ട് അവളെ കോച്ചിങ് അവിടെ പോയിട്ട് വന്നേ ഉള്ളൂ. കാരണം പരീക്ഷയില്ലെങ്കിൽ പിന്നെ അല്ലേ അവളവിടെ ചിരിച്ചും കളിച്ച് അർമാദിച്ച് നടക്കുകയാണ്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ അവൾ ചെന്ന് ഞാൻ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് അവൾ ചിരിച്ചും കളിച്ച് കിടക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ ദിവസം വന്ന് ടെസ്റ്റ് പേപ്പർ കണ്ടു. അപ്പോൾ കാണിച്ചൊക്കെ കൊട്ടക്കണക്കിന് മാർക്കൊക്കെ ഉണ്ട്. സന്തോഷമല്ലേ? ഇവിടുത്തെ കിട്ടി കാണണമെങ്കിലേ എന്തുവാകട്ടെ, ഈ ടെസ്റ്റ് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അകത്തെന്തുണ്ടെന്ന്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ടെസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലേ, ടെസ്റ്റ് ഇല്ലെങ്കിൽ എന്തില്ല, അകത്തെന്തുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെയല്ലേ നമുക്ക് എല്ലാവർക്കും? അതേന്നേ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് പറയേ ഫുൾ ടൈം പിശാചൂലോ ഒന്നുമില്ല, നമ്മൾ വേണമെങ്കിൽ വെള്ളം എടുത്ത് നമുക്ക് ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കും. പക്ഷെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ദൈവത്തിന് മാത്രം അറിയത്തുള്ളത് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പിശാച് ദൈവം തുറന്നു വിട്ടിരിക്കുന്നത് എന്ത് വേണമെന്നറിയാമോ? ദൈവം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാ. ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ ആ പുള്ളിക്കാരൻ തോറ്റുപോയി. ആനമുട്ട മാർക്ക് മേടിച്ചിട്ട് പുള്ളി വീട്ടിൽ പോയത് ഇല്ലേ? ഇത് നമുക്ക് എല്ലാ ദിവസവും പലപ്പോഴും ആ പരീക്ഷ വരുമ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മൾ കാലിടറി വീഴുന്നത്? ആരെയും ദൈവം ഉപയോഗിക്കുന്നത്? സാത്താനെയും. അത് മാത്രമല്ല, നമ്മൾ ഡെലിവറൻസ് ക്ലാസ് വരുമ്പോൾ നിങ്ങൾ പഠിക്കും, ദൈവം തന്നെ പലവട്ടം നമ്മളെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടും നാം അനുസരിക്കുന്നില്ലെങ്കിൽ, പല ആവർത്തിച്ച് അനുസരിക്കുന്നില്ലെങ്കിൽ, വീണ്ടും ദൈവം തന്നെ നമ്മളെ പിശാചിനെ ചേക വരെ ഏൽപ്പിച്ച് ബന്ധിക്കാൻ വരെ ഏൽപ്പിക്കും ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ടെസ്റ്റ് എന്നൊരു ടോപ്പിക്. നമുക്ക് ടെസ്റ്റ് ഓരോ കാലഘട്ടത്തിലും ഏദൻ തോട്ടത്തിലും മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും ഇന്നത്തെ കൃപായുഗത്തിലും 7 വർഷത്തിലെ ആദ്യത്തെ 3 വർഷത്തിലും രണ്ടാമത്തെ 3.5 വർഷത്തിലും ആദ്യത്തെ 3.5 രണ്ടാമത്തെ 3.5 വർഷത്തിലും 1000 ആണ്ടിൽ പോലും ദൈവം എങ്ങനെയാണ് മനുഷ്യനെ പരിശോധിച്ച് അവൻ്റെ നിലവുകൾ അറിഞ്ഞ് അവനെ എങ്ങനെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? ചോദ്യം ക്ലിയർ ആണോ? ഞാൻ ആവർത്തിക്കുന്നത്, ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആവർത്തിക്കത്തില്ല, ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. ഇത് ഓരോ യുഗങ്ങളിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ യുഗത്തിലും. ഒന്നാമത്തെ യുഗത്തിൽ ആദം താഴെ പോയി, ആനമുട്ട കിട്ടിയല്ലേ? ഇന്ന് പലവട്ടം നമുക്ക് പലപ്പോഴും എല്ലാ ദിവസവും വലിയ മുട്ടയെ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. അപ്പോൾ ഒറ്റ കാര്യം മാത്രം തീരുമാനിക്കുക, ദൈവം നമ്മുടെ മുമ്പിൽ ഇന്ന് പിശാചിനെ വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരനെ പുറകെ പോയേക്കരുതിട്ടാ. സ്വോത്രം പിശാചി എന്ന് പറഞ്ഞ് പോയേക്കരുത് അല്ലേ? അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ അകത്തുള്ള സകല പുറത്തേക്ക് അകത്തുള്ള എന്താ പറയുക മോഹങ്ങൾ, മോഹങ്ങളൊക്കെ പുറത്തേക്ക് ഇടാൻ കാരണക്കാരാണെന്നറിയാമോ? ആ പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട് നമ്മുടെ അകത്തത് പുറത്തേക്ക് ഒഴുകി വരുന്നത്. കോപം, ദേഷ്യം, അല്ലെ, ക്രോധം, വൈരാഗ്യം, പിണക്കം, ഇതൊക്കെ അകത്ത് കിടക്കുക. ഇത് പുറത്തേക്ക് വരുന്ന ആരെ പുറത്തേക്ക് ഇടുന്നത്? എൻ്റെ ഭാര്യയാണെന്ന്. അങ്ങനെ ഭർത്താവ് എങ്ങനെയാ പറഞ്ഞത്? ചിലതവിടെ കയറിയാലേ ചിലതൊക്കെ പുറത്ത് വരൂ അല്ലേ? ചിലതിൻ്റെ അകത്ത് വേണ്ട. അപ്പോൾ എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിശാചിനെ അന്നും നരകത്തിലേക്ക് വിടാതെ ഇരുത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന കാര്യം മറന്നു പോകരുത്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് പഠിക്കാൻ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇന്നും സ്വർഗത്തിൽ കടന്നു ചെല്ലുവാനുള്ള അധികാരം പിശാചിനുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. യോബിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു ഇല്ലേ? അപ്പൊ ഇന്നും എവിടെ ആ സ്വർഗീയ തലങ്ങളിൽ ചെല്ലുവാൻ പിശാചിനെ ഇന്നും അധികാരമുണ്ട്. ഉണ്ടോ? ഉണ്ടില്ലേ? ഉണ്ട്. കാരണം നമ്മളെപ്പറ്റി ഏഷണി പറയുന്ന ആദ്യം പോണ ആരെന്നറിയാമോ? ഇപ്പം നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി, ഇവിടെ വെച്ച് വഴക്കുണ്ടായി. വൈകിട്ട് 6 മണിക്ക് ശേഷം പരിഹരിച്ചിട്ടില്ല. ഒരു വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നോക്കും. ദൈവം നമ്മളെ കരുണയുള്ളതാണ്, കുറച്ച് ദിവസം കൂടെ നോക്കും. എന്നിട്ടും പരിഹരിച്ചില്ലെങ്കിലുണ്ടല്ലോ വേറൊരുത്തർ ഇവിടെ നിന്ന് മുകളിലേക്ക് പോവും. ആരാ? സാത്താൻ.
രണ്ടുപേരുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും ദൂതന്മാരുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വെച്ചാൽ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ലേ. ആ പേഴ്സണൽ സെക്രട്ടറി ആയ ദൂതന്മാർ നമുക്കുണ്ട്. നമ്മൾ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ഇത് വേറെ അല്ലേ, ബേബി ബ്രദറിനെ കുറിച്ച് ഞാൻ കുറ്റം പറയുമ്പോൾ അല്ലേ, എന്താ ബ്രദറെ ബ്രദറെ കാണാൻ ഭംഗിയില്ലെന്നൊക്കെ പറയും കുറ്റം പറയുമ്പോൾ ഇദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ദൂതന്മാരുണ്ട്. എൻ്റെ വാക്കുകൾ അപ്പോൾ മുകളിൽ എത്തിക്കും ബേബി ബ്രദറിൻ്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ. അപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ വേറൊരു ദൂതന്മാരുണ്ട്, ഘോരരാജാവിൻ്റെ ദൂതന്മാർ. ഈ ഉപനിഷത്തിൽ പഠിപ്പിക്കുന്ന പോലെ ഘോരരാജാവിൻ്റെ ദൂതന്മാരുണ്ട്. അവൻ അപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. എന്നിട്ട് പറയതേ രണ്ടും കൂടി അവിടെ നിന്റെ മക്കളാ, നിന്റെ രക്തത്തിൽ പറഞ്ഞ രണ്ട് മക്കൾ അവിടെ കിടന്ന് ചകട കളിച്ചോണ്ടിരിക്കുക, ബോട്ടി കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് മത്തായി 5-ാം അധ്യായത്തിലെ കാര്യമായിട്ട് 5-6 അധ്യായം പഠിക്കുമ്പോൾ അവിടെ 3 കോടതിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ന്യായം വിധി വരുന്നൊക്കെ ഒക്കെ വിടുകയാ. ഇതുപോലെ സാത്താന് ഇന്നും സ്വർഗത്തിൽ കടന്നു ചെയ്യാനായിട്ട് അധികാരമുണ്ട്, നമ്മളെ പണിയാൻ വേണ്ടിയാണ്. ഓക്കെ, എഫെസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 1 മുതൽ 3 വരെ പഠിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചിട്ട് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിന് അനുസരിക്കേണ്ടി. അപ്പോൾ ആകാശത്തിന്റെ അധികാരത്തിൽ ഇന്നും ആകാശമണ്ഡലങ്ങളിൽ അധികാരം കൊടുത്തിരിക്കുന്നത് പിശാചിന്റെ കയ്യിലാണ്. ദൈവം തന്നെയാണ് ചെയ്യുന്നത്. ഇന്നും അധികാരം കൊടുത്തിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? പിശാചിന്റെ കയ്യിൽ തന്നെയാണ്. ക്ലിയറാണോ നിങ്ങൾക്ക്? അതുകൊണ്ട് അധികാരത്തിനും മനസ്സക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിലും അധിപതിയായവനെ അനുസരിച്ചു പോന്നു. ഇതേ വാക്യം തന്നെയാണ് നമ്മുടെ സ്തെഫാനോസിന്റെ പ്രസംഗമൊക്കെ എടുത്ത് പഠിച്ചാൽ അവിടെ സ്തെഫാനോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. അവിടെ 7-ാം അധ്യായത്തിൽ 42-ാം വാക്യം പറയുക, 40-ാം വാക്യം മുതൽ, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. അഹരോനോട് പറയുന്ന വാക്കാണ്, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ച് കൊണ്ടിരുന്നു. എന്നിട്ട് 42-ാം വാക്യം പറയുക, ദൈവവും പിന്തിരിഞ്ഞു പോയി. ഇസ്രായേൽ മക്കളെ വിളിച്ചിട്ട് അവരെ വഴിയാത്ര വെച്ച് ഇട്ടിട്ട് ദൈവം വിട്ടുപോയി അവരെ. എന്നിട്ട് പറയുക, എന്തിനാ വിട്ടുപോയത്? ദൈവം ഇസ്രായേൽ മക്കളുടെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടുപോയത് എന്തിനു വേണ്ടിയാ? അടുത്ത വാക്യം പറയുന്നു, ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. അല്ലേ? അതുകൊണ്ടല്ലേ ആകാശത്തിലെ ഓരോ നക്ഷത്രങ്ങളിലെയും ഗ്രഹങ്ങളിലെ പേരിട്ട് ശുക്രൻ, പിന്നെ എന്തൊക്കെയാ അല്ലേ, കാർത്തിക, മകീരൻ, രോഹി, അവള് രോഹിണി നാളാ എന്നൊക്കെ പറയൂലേ. ഞാൻ ഇവിടെ പുറത്തെ കാര്യം പറഞ്ഞാട്ടെ, ഇവിടെ ഒന്നും വിചാരിച്ചേക്കല്ലേ. അപ്പോൾ ഇതൊക്കെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിപ്പാൻ ദൈവം തന്നെയാണ് മനുഷ്യനെ വിട്ടുകൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യരൊക്കെ നാളും ഇതൊക്കെ നോക്കിയൊക്കെ ജീവിക്കാൻ കാരണം ഇതിലേക്ക് ഒരല്പം സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മത്തായി 25-ാം അധ്യായം 44-ാം വാക്യം നേരത്തെ പറഞ്ഞതുപോലെ, പിന്നെ അവൻ എടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക്, നിത്യമായ അഗ്നി, ക്ലിയറാണോ? നിത്യമായ അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താനേക്ക് ദൈവം ഇന്നും ഇവരുടെ സമയമായിട്ടില്ല, ഇവരൊരു സമയമുണ്ട്, നരകത്തിലേക്ക് ഇവരെ വിടുന്ന സമയമുണ്ട്. ആദ്യം പോകാൻ പോകുന്നത് കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവാണ്. അതിനുശേഷമേ സാത്താൻ നരകത്തിലേക്ക് പോകത്തുള്ളൂ. ഇവർ ഈ സമയമാകുന്നതേ ഉള്ളൂ. അത് 1000 ആണ്ടിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ പിശാചുക്കൾ എത്രയുണ്ടോ അത്രയും എണ്ണ ഇവിടെ തന്നെയുണ്ട്. നമ്മളൊക്കെ എല്ലാ ദിവസവും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച്, തമിഴ്നാട് ചെന്നാൽ ബന്ധിച്ച് കട്ടിലിട്ട്, കട്ടിലിടർ എന്നൊക്കെ പറഞ്ഞ് തമിഴ് വാക്കിട്ടല്ലേ ബ്രദറെ, ദാസ് ബ്രദറെ അല്ലേ, ദാസ് ബ്രദറെ അല്ലെ, തമിഴ് വാക്കില്ലേ, ബന്ധിച്ച് കട്ടിൽ ദൂതന്മാരെ അല്ലേ, പിശാചിനെ നോക്കി പറയും കട്ടിലിടർ എന്നൊക്കെ ഒരു വാക്ക് തമിഴ് പറയാക്കാം, എപ്പോഴും ഞാൻ കേൾക്കുന്ന വാക്കാ. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പിശാചിനെ കെട്ടി ഞങ്ങൾ നരകത്തിൽ തള്ളുന്നു. അങ്ങനെ തള്ളിയിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ പിശാചുക്കൾ പോലും ഇല്ല. ഇപ്പം പിശാചുക്കളേ ഇവിടെ ഉള്ളൂ അല്ലേ. കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മളേക്ക് കെട്ടിക്കൂട്ടി നരകത്തിലും അല്ലേ, പിന്നെ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഒന്നും മിണ്ടുന്നില്ലല്ലോ, ബാങ്കിൽ വെച്ച കാര്യം മേടിക്കുന്ന വേണ്ട. അപ്പം ഇതൊക്കെ അന്ന് എത്രയുണ്ടോ അത് തന്നെ ഇന്നും ഉണ്ട്. കാരണം അതിന് സമയമാകുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മെ പണിയാൻ വേണ്ടി വെച്ചിരിക്കുക. ഉൽപ്പത്തി ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാ ടെസ്റ്റ്. പലവട്ടം വീണുപോയി, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നു അല്ലേ. എന്നാലും ദൈവത്തിന് ആത്മാവിനാൽ നമ്മൾ ജയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ടാണ് ദൈവം ഈ രണ്ടാമത്തെ ഭൂമി അല്ലേ, നമ്മുടെ ഭൂമിയെ, ഈ കാണുന്ന മൂന്നാമത്തെ ഭൂമിയെ, പ്രസന്റ് ഭൂമി എന്നിട്ടുണ്ട് അല്ലേ,
ഭൂമിയെ ദൈവം സൃഷ്ടി. ഇപ്പം നമ്മൾ കണ്ടുവന്നത് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. രണ്ടാമത് നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം ഭൂമിക്ക് വൃത്തം വരച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവവും കെരൂബായിരുന്ന ആ ദൂതനും എപ്പോഴും ആ പുരാതന ഭൂമിയിൽ വരുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ ദൂതന് അല്പം വഷളത്തം തോന്നിയല്ലേ, അഹങ്കാരം നിഗളം കയറി അവൻ്റെ ജ്ഞാന നിമിത്തം, അവൻ്റെ സൗന്ദര്യ നിമിത്തം അവൻ നിഗളിച്ചിട്ട് ദൈവനെ വെട്ടി താഴേക്കിട്ടു. അവൻ പുരാതന ഭൂമിയിൽ വന്ന് വീണു, ഭൂമിയെ തകർത്തു കളഞ്ഞു ഇല്ലേ, ശൂന്യമാക്കി വെച്ചു. ഉൽപ്പത്തി പുസ്തകം 1:2 വാക്യം പറയുന്നു, ഭൂമി പാഴും ശൂന്യമായി തീർന്നു. അതിനുശേഷമാണ് ദൈവം മൂന്നാമത്തെ ഭൂമിയായ ഈ പുരാതന നമ്മുടെ ഈ കാണുന്ന പ്രസന്റ് ഭൂമിയെ 7 ദിവസം കൊണ്ട്, അക്ഷരികമായ 7 ദിവസം കൊണ്ട് ദൈവം ഉണ്ടാക്കിയത് അല്ലേ, അക്ഷരികമായ 7 ദിവസം കൊണ്ട് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ അതുവരെ നമുക്ക് ചിന്തിക്കാം. നമ്മളിത് കണ്ട കഴിഞ്ഞ കാര്യമാണ്. ഒരൊറ്റ വാക്യം മാത്രം പറഞ്ഞു വിട്ടേക്കാം. സമയത്തെക്കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? സമയത്തെക്കുറിച്ച് മറന്നുപോയി. നമ്മുടെ ചർച്ചയെ പഠിച്ചത് സമയത്തെക്കുറിച്ച് ആഴമായി പഠിച്ചതാ. ദൈവം നിത്യതയ്ക്ക് അല്ലേ മുറിച്ചുകൊണ്ട് സമയത്തെ ഉണ്ടാക്കിയ കാര്യങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈ 7000 വർഷം മാത്രം ആയുസ്സുള്ള ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു വെച്ചു. സമയം ഉണ്ടാകട്ടെ, വെളിച്ചം 1:3 വെളിച്ചമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 22:5 ഇനി വെളിച്ചമില്ല, സൂര്യനില്ലെന്ന് എന്താ പറഞ്ഞേ? വെളിപ്പാട് 22:5 എന്താ വാക്യം വായിച്ചേ? അത് വായിക്കാൻ പറ്റില്ല. ഇനി രാത്രി ഉണ്ടാകില്ല. ആ ആ അവിടം വരെ, ആ 5-ാമത്തെ വാക്യം വരെ എന്ന് പറയുക സമയം അവിടെ സമയം അവസാനിക്കുക. അവിടെ 1:3 വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സമയം ക്ലോക്ക് ഓടാൻ തുടങ്ങി. വെളിപ്പാട് 22:5 ഇനി സമയം, ഇനി രാത്രിയില്ല, വെളിച്ചമില്ല, എല്ലാം മാറ്റപ്പെട്ടു പോയി, കത്തി കഴിഞ്ഞു പോയി, സമയം അവസാനിച്ചിരിക്കുക. ഈ കാണുന്ന പ്രൊജക്റ്റ് ഇവിടെ ദൈവത്തിൻ്റെ സമയത്ത് 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ ഭൂമി ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവിടെ അതാണ് നിൽക്കുന്നത് അല്ലേ. അതോടെ ഒരു സമയം കത്തിപ്പോവുകയാണ്. നമ്മൾ കണ്ടതാ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടേക്കാം. ദൈവം 7 ദിവസം കൊണ്ട്, പഴയതൊക്കെ ഓർത്തോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയാ. ദൈവം 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം, 1-ാം ദിവസം 1000 എവിടെയാ ഒരു വാക്യമുണ്ടല്ലോ, 2 പത്രോസ് 3:9 അല്ലേ, 2 പത്രോസ് 3:9 പറഞ്ഞല്ലേ. ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം പോലെ. ഈ സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 14-ാം വാക്യം അല്ലേ, 14-ാം വാക്യത്തിലാണ് ഓർമ്മ, അവിടെയുണ്ട്, വാക്യമുണ്ട്. ഓക്കെ, അവിടെ കാണാൻ കഴിയും ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം പോലെ. അപ്പോൾ ദൈവം 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷമാണ് അല്ലേ. അങ്ങനെ 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി 7-ാം ദിവസം ദൈവം സ്വസ്ഥത അനുഭവിക്കുമ്പോൾ 7 ദിവസം എത്ര വർഷമാ? 7000 വർഷം എന്ന കാര്യം മറന്നു പോകരുത്. അതിൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമുക്ക് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ 2000 വർഷം ആകാൻ പോകുന്നു. ഒരു 7 വർഷം എതിർക്രിസ്തു ഭൂമിയെ ഭരിക്കും, 1000 വർഷം കർത്താവ് ഭൂമിയെ വാഴും. അങ്ങനെ 7000 വർഷം ഈ ഭൂമിയുടെ ആയുസ് കഴിഞ്ഞ് കത്തി അഴിഞ്ഞു പോകും. ക്ലിയർ ആണല്ലോ? ഈ ഒരു പിക്ചർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും അല്ലെങ്കിൽ മനുഷ്യനും ദൈവം ഒന്നിക്കുന്ന സ്ഥലമാണ് ഈ ഏദൻ തോട്ടം. അത് ഈ പ്രൊജക്റ്റൊക്കെ അവസാനിച്ച ശേഷം വീണ്ടും ഏദൻ തോട്ടം തിരിച്ചു വരാൻ പോകുകയാണ്. 1000 ആണ്ടാ ഏദൻ തോട്ടം. ദൈവം ഭൂമിയിൽ വന്ന് വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവം മനുഷ്യരുടെ കൂടെ വന്ന് കൂടാരമടിക്കുന്നു. ദൈവവും മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നു. ദൈവരാജ്യം അക്ഷരമായി കാണത്തക്കവണ്ണം ദൈവരാജ്യം ഭൂമി വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഭരിക്കുന്ന രാജ്യം വരുന്നു. അതാണ് 1000 ആണ്ട്. അത് ഈ ഏദൻ തോട്ടം വീണ്ടും മടങ്ങി വരാൻ പോകുന്നു. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മറന്നുപോയി, പലരും മറന്നുപോയല്ലേ. ഇതിനകത്ത് എല്ലാ പ്രൊജക്റ്റുമുണ്ട്. കർത്താവ് ക്രൂശിൽ ഭരിക്കുന്നതും സഭ സ്ഥാപിക്കുന്നതും അതിന് കർത്താവിൻ്റെ വരവിൽ അവൻ്റെ മണവാട്ടി എടുക്കപ്പെടുന്നതും 7 വർഷ പീഡനകാലം 666 എന്നൊക്കെ പറഞ്ഞ് ആ ചുവപ്പ് കാണുന്നതൊക്കെ, പിന്നെ 1000 ആണ്ട് ക്രിസ്തു. ഇതോടുകൂടി 7000 വർഷം ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവസാനിക്കുക. കാര്യം മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് ഇവിടം വരെ നിർത്തിയിട്ട് ഇനി ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ആരംഭിക്കുക. നമ്മൾ ഇതുവരെ കണ്ടത് ഏകനായ ദൈവം. മറന്നു പോകരുത്. ദൈവം ആരാ? ഏകനായ ദൈവം. മറന്നു പോകരുതിട്ടാ ഈ വാക്ക്. ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായി, അവനൊരു പറ്റ പുത്രിപുത്രന്മാർ വേണം. അതിനുവേണ്ടി ദൈവം ആദ്യ ദൂതന്മാരെ സൃഷ്ടിച്ചു, കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിക്ക് വൃത്തം വരച്ചു,
അതിനുശേഷം വീണുപോയ ദൂതന്മാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞായിരുന്നു. വീണ്ടും ദൈവം 7000 വർഷം മാത്രം ആയുസ്സുള്ള ഒരു ഭൂമിയെ വീണ്ടും പുതുക്കിപ്പണിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അതിനകത്താണ് ദൈവം ആരെ സൃഷ്ടിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പുരാതന നിത്യതയിൽ ദൈവം ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ കണ്ട് ഇപ്പൊ നമ്മൾ എവിടെ വരെ എത്തി? എവിടെ എത്തിപ്പോ? ഭൂമിയെ സൃഷ്ടിച്ചു, പുതുക്കി പണിതു. ഇപ്പോൾ ദൈവം ആദ്യ മനുഷ്യനായ ആദ്യത്തെ ഹവ്വയെയും സൃഷ്ടിക്കാൻ പോകുന്നു അല്ലേ? എന്തും മിണ്ടാതിരിക്കുന്ന എല്ലാവരും. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. എബ്രായർ 2-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലൊക്കെ സംഘത്തിൽ 8-ലേക്ക് പഠിച്ചതാണ്. ദൈവം മനുഷ്യനെ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിച്ചിരിക്കുന്ന മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനുണ്ടാക്കി. അവന് ഒരു ബോഡിയുണ്ട്, ഒരു സ്പിരിറ്റുണ്ട്, ഒരു സോൾ, ഒരു ദേഹി അല്ലേ, ഒരു ശരീരം, ഒരു ആത്മാവുണ്ട്, ഒരു ദേഹിയുണ്ട് മനുഷ്യല്ലേ. പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ? പഴയ ക്ലാസ്സിൽ ട്രിനിറ്റി ഓഫ് മാൻ 25 ക്ലാസ്സിൽ എങ്ങനെയാ? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താ ദൈവത്തിന്റെ സ്വരൂപം? പോട്ടെ കറക്റ്റാ. നീതിയും വിശുദ്ധിയും. എന്താ ദൈവത്തിന്റെ സാദൃശ്യം? കറക്റ്റാ. ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മെയും ത്രിയേകനായി സൃഷ്ടിച്ചു. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഞാൻ ഒരുവനാ, പക്ഷേ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈ മണ്ണാങ്കട്ട് താഴേക്ക് പോവും. ദേഹി അല്ലെങ്കിൽ ഈ ആത്മാവും നരകമാണെങ്കിൽ അല്ലെങ്കിൽ പാതാളത്തിലേക്കാണെങ്കിൽ പാതാളത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും. ഇത് വേർപെട്ടു പോകും. എന്നാൽ കാഹളം ധരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദുഷ്ടനാണെങ്കിൽ 1000 ആണ്ടിന് ശേഷം വെള്ളസിംഹാസന ന്യായവിധി സമയത്ത് ഈ ശരീരം കൂടി എഴുന്നേറ്റ് വന്ന് ഒരു മനുഷ്യനായി തീരും. മനസ്സിലാവുന്നുണ്ടോ? അന്നും ഒന്നായി തീരും. അത് എന്നെ കാണുന്നത് പോലെ തന്നെ അന്നും ഒന്നായി തീരും. അതുപോലെ തന്നെ ദൈവം ത്രിയേകനാണ്. ആ ഏകനായ ദൈവം ത്രിയേകനായി മാറുകയാണ് ചെയ്തത് അല്ലേ? അതെന്തിനാന്നുള്ള വേറെ മർമ്മമാ. ഏകനായ ദൈവം എന്തിനു വേണ്ടി മൂന്നായി മാറി? ഓക്കെ, അപ്പോൾ ദൈവം പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ് ആയിരിക്കുന്ന പോലെ നമുക്ക് എന്തുണ്ടൊരു ബോഡിയുണ്ട്. ബയോസ് എന്ന ജീവനുള്ള പഠിച്ച ഓർമ്മയുണ്ടോ? ബയസ്, രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ആ ജീവനുള്ള ശരീരമുണ്ട്. 2 ദേഹി ജീവൻ, സൂഖേ എന്ന് പറയുന്ന ജീവനുള്ള ദേഹി ജീവനുണ്ട്. സ്വയേ എന്ന് പറയുന്ന ജീവനുള്ള ഒരു ആത്മാവ് നമുക്കുണ്ട്. ഇത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഇതുപോലെ 3 വ്യക്തികൾ ആയി ദൈവം മനുഷ്യനെ ഏകനായി നിർത്തിവെച്ചിരിക്കുക. മനുഷ്യൻ ദൈവത്തെ പോലെ തന്നെ. ഓക്കെ, വിടുക, അതിൻ്റെ ആവശ്യം നമുക്കില്ല. എന്നിട്ട് ദൈവം മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി വെച്ചു. ദൈവം മനുഷ്യന് 3 തരം വൃക്ഷങ്ങൾ, 3 കൂട്ടം വൃക്ഷങ്ങൾ അല്ലെങ്കിൽ 3 തരം വൃക്ഷങ്ങൾ ദൈവം ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കി വെച്ചു. ഒന്ന്, സകലതര വൃക്ഷങ്ങൾ, ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, അത് ഇതൊക്കെ അല്ല, പപ്പായ, കിപ്പായ എന്നൊക്കെ പറയുന്ന എല്ലാം അടങ്ങുന്ന സകലവിധമായ ഫ്രൂട്ടുകൾ തരുന്ന വൃക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചു ഏദൻ തോട്ടത്തിൽ മുഴുവനും. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് വായിച്ചാൽ മതി. ദൈവം ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ എല്ലാം മനോഹരമായി സൃഷ്ടിച്ചത് അല്ലേ? ആപ്പിളും മുന്തിരി, കാനാൽ ദേശത്ത് പോയി നോക്കുമ്പോൾ ഇത്ര ഉണ്ട് ഓരോ മുന്തിരിയൊക്കെ, ഓരോ കൊലകൾ ഇത്രയും വെയിറ്റ്, ഇത്രയൊക്കെ ഉണ്ട് ഓരോ മുന്തിരിയൊക്കെ. പാപം ചെയ്ത ശേഷം അപ്പോൾ ഭൂമി ആദ്യ സമയം ഓരോ മുന്തിരിയൊക്കെ എത്ര ഉണ്ടാകുന്ന ദൈവത്തിന് തന്നെ അറിയാം. അല്ല, ഇത്ര ഉണ്ടാകും ഓരോ മുന്തിരിയൊക്കെ. പക്ഷേ ദൈവം മനുഷ്യനൊരു കാര്യം ചെയ്തു. മനുഷ്യനെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയ ശേഷം ഏദൻ തോട്ടത്തിൽ ജീവിക്കാൻ വെച്ചപ്പോൾ അവിടെ പറയുന്ന വാക്കുണ്ട്, ഭൂമിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ മേൽത്തരമായത് ദൈവം ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയെന്ന്. കാരണം എന്താ? ദൈവത്തിന് മക്കളെ അവിടെയാ ജീവിക്കാൻ വെക്കാൻ പോകുന്നത്. നിങ്ങൾ വാക്കുകൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അത്രമാത്രം കരുതൽ നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. നമ്മുടെ സ്വർഗീയ പിതാവിന് എന്തും മിണ്ടാതിരിക്കുന്നില്ല. നമ്മൾ അത്രമാത്രം കരുതൽ അന്ന് മുതലേ ഉണ്ട്, ഇന്നുമുണ്ട്. നമ്മൾ അവനെ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും. ഏറ്റവും അതിനേക്കാൾ മെച്ചമായ മേൽത്തരമായതാണ് ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് വെച്ചിരിക്കുക. അവിടെയാ ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കാൻ പോകുന്നത്. അവിടെ ഈ കാണുന്ന ഒട്ടനവധി ഫ്രൂട്ട്സ് തരുന്ന മരങ്ങളുണ്ട്. രണ്ടാമത് ജീവന്റെ വൃക്ഷമെന്ന് പറയുന്ന അല്ലേ ഒരു വൃക്ഷം അവിടെ ദൈവം നടുക്ക് സ്ഥാപിച്ചായിരുന്നു. വീണ്ടും വേറൊരു വൃക്ഷം ഉണ്ടായിരുന്നു. എന്താണത്? നന്മ തിന്മ വൃക്ഷത്തിന് ഫലം തരുന്ന ഒരു വൃക്ഷം ഉണ്ടായിരുന്നു അല്ലേ? ഈ 3 തരം വൃക്ഷങ്ങളും 3 ടൈപ്പ് വൃക്ഷങ്ങളും നമുക്ക് വേണ്ടിയാണ്. ഒന്ന്, നമുക്കൊരു ബോഡി ഉണ്ട് അല്ലേ? രാവിലെ 10 ഇഡ്ഡലി, ഉച്ചക്ക് സാമ്പാർ കൂട്ടിച്ചോറ്, പിന്നെ രസം കൂട്ടിച്ചോറ്, തമിഴ്നാട്ടിലങ്ങനെ അല്ലേ, പിന്നെ പുളിക്കുളം പൊഴിച്ചോറ് കഴിക്കുന്ന ഉച്ചക്കല്ലേ.
അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് സകലവിധ ഫ്രൂട്ടുകൾ തരുന്ന വൃക്ഷം ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ബോഡിക്ക് വേണ്ടിയാണ്. രണ്ടാമത് നമ്മുടെ ആത്മാവിന് വേണ്ടി ദൈവം ഒരു സ്പിരിറ്റ് ഒരു മരം സൃഷ്ടിച്ച് വെച്ചായിരുന്നു. ആ മരത്തിൻ്റെ പേരെന്താ? ജീവന്റെ വൃക്ഷം. അതിൽ ഫലമുണ്ട്. ആ ഫലം കർത്താവിനെ കാണിക്കുന്നതാണ്. അത് പിന്നീട് സമയമുള്ളത് പറഞ്ഞോളാം. ആ കർത്താവിന് നിഴലായിരുന്നു ആ വൃക്ഷം. അതിൽ നിന്ന് പറിച്ച് തിന്നണമായിരുന്നു. ദൈവം പറിച്ച് തിന്നാൻ പറഞ്ഞില്ല. അതാണ് പ്രശ്നം. പറിച്ച് തിന്നാൻ പറഞ്ഞില്ല ദൈവം. മറ്റേത് പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞു. ഇത് പറിച്ചു തിന്ന് അവൻ ജീവങ്കലിൽ നിന്ന് ജീവങ്കലിലേക്ക് വളരണമായിരുന്നു മനുഷ്യൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ദൈവത്തിന് ഒരു പറ്റം പുത്രന്മാർ വേണമായിരുന്നെങ്കിൽ ദൈവത്തിന് സ്വർഗത്തിൽ സൃഷ്ടിച്ച പോരായിരുന്നോ? ഉദാഹരണത്തിന് എനിക്ക് മക്കൾ വേണമെങ്കിൽ എനിക്ക് മക്കളെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സൃഷ്ടിച്ചതല്ലേ? എൻ്റെ കൂടെ വളരുവാനും എൻ്റെ കൂടെ ജീവിക്കുവാനാണ് ഞാൻ അവരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, അല്ലേ? നോർമൽ അങ്ങനെയല്ലേ? പിന്നെ ദൈവം എന്തുകൊണ്ട് സ്വർഗത്തെ സൃഷ്ടിക്കാതെ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ ഒരു ഭൂമി ഉണ്ടാക്കി അതിനിടയിൽ കൊണ്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്? പറ, ചിന്തിക്ക്. കറക്റ്റാ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ പോലെ ഇച്ഛാശക്തിയിൽ, അല്ലേ, ദൈവത്തിൻ്റെ അറിവിൽ ജ്ഞാനത്തിനൊത്തവണ്ണം മനുഷ്യൻ തീരുമാനമെടുത്ത് വളരണമാൻ വേണ്ടിയാണ്. ഒരു ഡമ്മികളെ അല്ല ദൈവത്തിന് ആവശ്യം. ഡമ്മികളില്ലേ ചില ആൾക്കാരിങ്ങനെ മന്ദബുദ്ധികളെ പോലെ പറഞ്ഞാൽ ചെയ്യും, ഇല്ലേ? ഡമ്മി എന്നല്ലേ പറയണത്, അല്ലേ? മന്ദബുദ്ധി പോലെ എന്തു പറഞ്ഞാലും ചെയ്യും. പക്ഷെ എന്തില്ല, പണ്ടൊരു കഥ പറഞ്ഞ പോലെ ഒരു വീട്ടിലെ സർവൻ്റ്, ഒരു ദാസൻ, വീട്ടിലെ വേലക്കാരൻ ദാസൻ തലേദിവസം രാത്രി യജമാനൻ പറഞ്ഞു, നീ നാളെ ഒന്ന് ട്രിവാൻഡ്രം വരെ പോകണം എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രം പറഞ്ഞു. തലേദിവസം രാത്രി യജമാനൻ സാറ് പറയുക, എടാ നീ രാവിലെ നീ ഒന്ന് ട്രിവാൻഡ്രം വരെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ സാറ് എന്നിട്ട് നോക്കിയപ്പോൾ ചെക്കനില്ല, ദാസനില്ല. എടാ നീ എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്ത്. സാർ എന്നോട് പറഞ്ഞില്ല ട്രിവാൻഡ്രത്ത് പോകണമെന്ന്. എന്തിനാ പോയത്? ഞാൻ എനിക്ക് പറഞ്ഞ മനസ്സിലാവും. ഇതുപോലെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നല്ല ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് ആ ജ്ഞാനത്തിൽ വളരാൻ വേണ്ടിയാ. നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം ഒരു ഭൂമി ഉണ്ടാക്കി അതിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചു. അവിടെ ദൈവജീവൻ കൊടുത്തു, അല്ലേ? എല്ലാം കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, നിനക്ക് ചോയ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് നിനക്ക്, അല്ലേ? നീ ഇത് പറിച്ചു നിന്ന് നിനക്ക് എന്നെപ്പോലെ ദൈവജീവൻ ജ്ഞാനം പ്രാപിച്ച് വളരാമായിരുന്നു, അല്ലേ? നമ്മളും ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇടക്കിടക്ക്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സങ്കീർത്തനം 23 ഒരു വരി, സങ്കീർത്തനം 91 ഒരു വരി, അല്ലേ? എവിടെ കിട്ടും ജ്ഞാനം? എവിടെ നിന്നാണ് കിട്ടുന്നത്? വേറെ ഒരിടത്തും ഇല്ല. ബൈബിളിനകത്ത വചനത്തിനകത്ത ജ്ഞാനവും ആത്മാവും അല്ലെ ജീവനൊക്കെ ഇരിക്കുന്നത്. അതിന് നിഴലായിരുന്നു അത്. ഈ ഫ്രൂട്ട് പറിച്ചു തിന്നണമായിരുന്നു ആദം ഹവ്വയും. എങ്കിൽ ജീവങ്കിലേക്ക് വളർന്നു വന്നേനെ, ദൈവജീവൻ പ്രാപിച്ചേനെ. നമ്മൾ പ്രാപിച്ചില്ലേ ആത്മാവിൽ? ഇപ്പോൾ ദൈവജീവൻ പ്രാപിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ ആത്മാവിൽ മാത്രമല്ല ദേഹിയിലും എൻ്റെ ദേഹത്തിലും എല്ലായിടത്തും വ്യാപരിക്കണം. എങ്കിലേ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നീ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ജീവിക്കണമെങ്കിൽ അവൻ്റെ ജീവൻ മുഴുവനും എൻ്റെ 3 ഭാഗത്തും നിറയണം. അതെങ്ങനെയാ നിറയുന്നുള്ള കാര്യമായിട്ട് ഡെലിവറൻസ് ക്ലാസ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ വൃക്ഷഫലം പറിച്ചു നിന്ന് അവൻ ജീവങ്കിലേക്ക് വളരണമായിരുന്നു. പക്ഷേ ആ അടുക്കൽ കൂടി പുള്ളി പോയില്ല. എവിടെയാ പോയത്? നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം തരുന്ന ഒരു വൃക്ഷത്തിൻ്റെ അടുക്കൽ പോയി അത് പറിച്ചു തിന്നു. അതേ സ്വഭാവം തന്നെ എനിക്ക് നിങ്ങൾക്കും. ഒരാൾ ചെയ്യരുതെന്ന് പറഞ്ഞ അകത്ത് വെമ്പല അത് ചെയ്യാനുള്ള ഒരു പ്രേരണ എൻ്റെയും നിങ്ങളുടെ അകത്തുണ്ട്. പ്രശ്നം നമ്മുടെ പ്രശ്നമല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രശ്നമാണ്. ന്യായപ്രമാണം വന്നപ്പോഴാണ് ഇത് പാവമായി മാറിയതേ. ഈ ന്യായപ്രമാണം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇതകത്ത് കിടക്കുകയാണ്. ചെയ്യാനുള്ള വ്യഗ്രതയാണ് നമുക്ക്. അങ്ങനെ അല്ലേ? തുറന്നു നോക്കരുത്, അല്ലേ? അവിടെ മൂടിയിട്ടിരിക്കുക. തുറന്നു നോക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ തുറന്നു നോക്കാം എന്ന് ഞാൻ ചെയ്യാം. പക്ഷേ മനസ്സ് മുഴുവൻ അവിടെ ഇരിക്കും. എന്താണ് അതിനകത്ത്? അന്ന് നമുക്കൊരു അത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രശ്നമാണത്, ദൈവത്തിൻ്റെ പ്രശ്നമല്ല കേട്ടോ. പാപനിമിത്തം, അല്ലേ, മനുഷ്യനകത്ത് എന്നും നന്മ തിന്മയെ അറിയുവാനുള്ള വ്യഗ്രതയാണത്.
ചെയ്യരുത് പറഞ്ഞാൽ അതേ ചെയ്യും. ഇല്ലെങ്കിലും ഉറക്കത്തിലും പറയും എന്തായിരിക്കും അതിനകത്ത്, നമ്മൾ പറഞ്ഞു കളയും. അതുപോലെ നന്മ തിന്മ വൃക്ഷത്തിലെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. അത് പിശാചിന് ചതിയാൽ നമ്മുടെ വിഷയം ഞാൻ വിടുകയാണ്, നമുക്ക് വലിയ അറിവേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അല്ലേ. ചെയ്യരുത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു വ്യഗ്രത എപ്പോഴും നമുക്കുണ്ട്, അത് ചെയ്തു. പക്ഷേ ഇവിടെ ഈ ജീവന്റെ വൃക്ഷത്തിലെ ഫലം പറിച്ചു നിന്ന് അവൻ സ്വയം തീരുമാനിച്ച്, സ്വയം ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ പോലെ ആകണം, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആകണം, അല്ലെങ്കിൽ ദൈവജീവനിൽ വളരണം എന്നൊക്കെ അറിഞ്ഞവൻ പറിച്ചു നിന്ന് അതുപോലെ ആകണമായിരുന്നു. പക്ഷേ അവൻ അത് തീരുമാനിക്കാതെ ഇപ്പുറത്ത് തീരുമാനിച്ചത് കൊണ്ട് എന്ത് പറ്റിപ്പോ ഇതറിയാമോ? ദൈവത്തെ പോലെ പിശാച് എന്താ പറഞ്ഞറിയാമോ? ഹവ്വയോട് പിശാച് എന്താ പറഞ്ഞത്? ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു അല്ലേ. പിശാച് പറഞ്ഞു നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. പക്ഷേ പിശാച് പറഞ്ഞു നടന്നോ? പിശാച് പറഞ്ഞു ഹവ്വേ നീ പഴം, ആ കാണുന്ന പച്ചപ്പഴം അല്ലേ, മഞ്ഞൾ ആപ്പിൾ പഴം എന്തെങ്കിലും ആവട്ടെ അല്ലേ, ആപ്പിള മോറന്ന് എന്തെങ്കിലും ആവട്ടെ, ഈ ആപ്പിൾ പറിച്ച് നിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറഞ്ഞപ്പോൾ ഹവ്വ അങ്ങ് പറിച്ചങ്ങ് തിന്നു. ഹവ്വ പറിച്ച് ആപ്പിളിൻ്റെ പകുതി കഴിച്ചു. അതെ, അതുകൊണ്ട് ആപ്പിൾ ഫോൺ, നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ ഹവ്വയുടെ ഫോണാണത്. ആപ്പിളിൻ്റെ ഫോൺ കയ്യിലുണ്ടോ? കയ്യിൽ ഇവിടുത്തെ പിള്ളേരുടെ കയ്യിലൊക്കെ ആപ്പിൾ ഫോണാണ്, ഹവ്വയുടെ ഫോണാണ്. ഒരു കടി അടിച്ചിട്ട് ബാക്കി നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയറാണോ ഞാൻ പറഞ്ഞു വരുന്നത്? ശ്രദ്ധിച്ചേ. അപ്പോൾ പിശാച് പറഞ്ഞു നീ കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അവൾ പറിച്ചു കഴിച്ചു, ഹവ്വ പറിച്ചു തിന്നു. ദൈവത്തെ പോലെ ആയോ? പറ. ആയില്ല? ആകുമായിരിക്കും, ആയില്ലായിരിക്കും അല്ലേ? എങ്ങനെയാ? ആയോ? ആയി. ഞാൻ ഇവിടെ തന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്നല്ലേ പറഞ്ഞിട്ടുണ്ട്, 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആദം പിശാച് പറഞ്ഞത് സത്യമായിരുന്നു. ഈ 3-ാമത്തെ എത്രാമത്തെ വാക്യോ? 22-ാം വാക്യം അല്ലേ? ഉൽപ്പത്തി 3:22 അല്ലേ? 21 23 അങ്ങ് വാക്യം നോക്കിയേ. എത്ര വാക്യം? എത്ര വായിച്ചു? യഹോവയായ ദൈവം പറയുക നമ്മെപ്പോലെ മനുഷ്യനായ ആരെപ്പോലെയായി? നമ്മെപ്പോലെയായി. യേശുവിനെ ത്രിയേക ദൈവമായ തൃത്വത്തെ വെളിപ്പെടുത്തുക അവിടെ. ആ യഹോവയായ ദൈവം പറയുക എന്നെപ്പോലെ, ഞങ്ങളെപ്പോലെ ആയിത്തീർന്നു. ആര്? മനുഷ്യൻ. ആ പിശാച് പറഞ്ഞ തെറ്റോ ശരിയോ? എന്നാൽ പിന്നെ ബൈബിൾ നമുക്ക് ആരെ വാക്കാ വിശ്വസിക്കാൻ എളുപ്പം അല്ലേ? ദൈവം വേണ്ടെന്ന് പറഞ്ഞ കാര്യം പിശാച് പറഞ്ഞ് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അവർ കഴിച്ചു, അവർ ദൈവത്തെ പോലെ ആയിത്തീർന്നു. പകുതി സത്യം അല്ലേ? പിശാചിന്റെ പ്രസംഗം മുഴുവൻ പകുതി സത്യമായിരിക്കും, പകുതി നുണയായിരിക്കും. പകുതി സത്യമാ, കാരണം ദൈവത്തെ പോലെ ആയി. എങ്ങനെയാ ഈ ദൈവം എങ്ങനെയാ ദൈവമായത്? ദൈവം എങ്ങനെയാ ദൈവമായത്? ചോദ്യം കറക്റ്റ് അല്ലേ? വല്ലാത്ത കുഴച്ചല്ലേ? വേറൊരു ചോദിക്ക് വേറെ മലയാളമാക്കി കിട്ടുന്നില്ല. ദൈവം എങ്ങനെയാ ദൈവത്തിന് ആ ദൈവം എന്നുള്ള പേര് കിട്ടിയത്? ദൈവം എങ്ങനെയാ ആയത്? കാരണം ദൈവമാകുന്നത് അവൻ തന്നെ തീരുമാനമെടുക്കുമ്പോൾ അവൻ ദൈവമായി മാറുന്നത്. ഭൂമിയുടെ സകല അധികാരങ്ങളും എല്ലാത്തിനുമേലും അവന് മാത്രം അധികാരമുള്ളൂ. അവൻ തീരുമാനിക്കണം, അങ്ങനെയല്ലേ? അതാ ദൈവത്തിന് അർത്ഥം ശക്തൻ. ദൈവത്തിനർത്ഥം ശക്തൻ എന്ന അർത്ഥം ഇരിക്കുന്നത്. അപ്പോൾ ദൈവം വിചാരിക്കുന്നത് അവനെല്ലാം തീരുമാനിക്കണം, അതാ അർത്ഥം. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ പോലെ ആയി മാറി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഇനി ദൈവത്തെ കൂടാതെ മനുഷ്യന് തീരുമാനമെടുക്കാൻ കഴിയും, അതാണ് അർത്ഥം. ആണോ? അതെ. ഇനി മനുഷ്യർ നമ്മെപ്പോലെ ഒരുവനായി മാറി, ദൈവത്തെ പോലെ ആയി മാറി. എങ്ങനെ? ഇനി മനുഷ്യന് ദൈവത്തിന്റെ ആവശ്യമില്ല. നീ വല്ല ഫോട്ടോയിലോ വല്ല കല്ലുമേലൊക്കെ പോയി ഇരുന്നാൽ മതി. ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ട് തരാം എന്തെങ്കിലും, ഇടയ്ക്കിടെ ഞങ്ങൾ പാലൊഴിച്ച് കുളിപ്പിച്ചോളാം അല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ചുമന്നുകൊണ്ട് നീ അവിടെ ഇരുന്നാൽ മതി അല്ലേ, ഞങ്ങൾ തീരുമാനിച്ചോളാം. സ്വയം തീരുമാനിക്കാൻ തുടങ്ങി മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ ആരായി മാറി? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇവിടെ വീണ്ടും ആവർത്തിക്കുക. അതൊക്കെ മനുഷ്യൻ സ്വയം ദൈവമായി മാറി. ഇന്നും അങ്ങനെയല്ലേ? നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ വീട് വെക്കാൻ പോകുമ്പോഴും അല്ലേ, കാറ് എല്ലാം നമുക്ക് നമ്മുടെ മാക്സിമം നമ്മുടെ ഇഷ്ടമാണ് വെളിപ്പെട്ട് വരുന്നത്. അതെന്നെ പലപ്പോഴും
ഞാൻ ഉൾപ്പെടെ കാര്യം പറയാം. ഞാൻ ഉൾപ്പെടെ കാര്യം പലപ്പോഴും നമ്മുടെ സ്വയമാണ് പൊങ്ങി വരുന്നത്. ഞാൻ തന്നെ തീരുമാനമെടുക്കുന്നു, ദൈവത്തെ കൂടാതെ തീരുമാനമെടുക്കുന്നു. വേണമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു, വീട് പണിയാൻ പോവുകയാണ്, നീ സഹായിക്കണമെന്ന് പറഞ്ഞൊരു വാക്ക് പറയാം. അവന് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കിട്ടിയില്ലെങ്കിലും ദൈവം തന്നില്ലല്ലോ എന്ന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ മേൽ കുറ്റം ആരോപിക്കാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ വിടുകയാണ്. ദൈവം പറഞ്ഞു, നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറിച്ചു കഴിച്ചു, അവർ ദൈവത്തെ പോലെ ആയി മാറി. കാരണം ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല അവർക്ക്. മനുഷ്യർക്ക് ദൈവമില്ലാതെ തന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും. എന്തും അവർക്ക് ദൈവമില്ലാതെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ ജീവൻ്റെ വൃക്ഷം പറിച്ചു കഴിച്ചാൽ അവിടെ പഴയ ഏതെങ്കിലും തോട്ടത്തിൽ വൃക്ഷമായിരുന്നത്, ഒരു ജീവൻ്റെ ഫലമായിരുന്നത്, അത് പറിച്ചു നിന്ന് നിത്യജീവങ്ങളിലേക്ക് വളരണമായിരുന്നു. ഇന്ന് നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ഒരു വൃക്ഷം വെച്ചിട്ടുണ്ട് ദൈവം. ഏതാ വൃക്ഷം? ഈ ജീവൻ്റെ വൃക്ഷം നിങ്ങളുടെ വീട്ടിലുണ്ട്. കത്തോലിക്കാരൻ മറ്റേതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ആ വൃക്ഷം, അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം. വേണമെങ്കിൽ അടച്ച് വേണമെങ്കിൽ ഞായറാഴ്ച മാത്രം കഷത്തിൽ വെക്കാം, വീട്ടിൽ കൂടെ വേണമെങ്കിൽ അവിടെ വെക്കാം. ഇനി കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ എവിടെയും താഴെ ബൈബിൾ, നമ്മുടെ ഓഫീസിൽ ഒരുപാട് ബൈബിളുണ്ട്, അവിടെ എവിടെയും വെച്ചിട്ട് പോയാൽ താഴെ ഇരിക്കും. സൺഡേ വന്ന് എടുക്കുക, ഇവിടെ വരിക, തിരിച്ചുകൊണ്ട് വെക്കാം, അങ്ങനെയും വെക്കാം. ഇഷ്ടമുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതിൽ വളർന്നില്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റൊന്നിൽ വളർന്നിരിക്കും. നമ്മൾ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് വളരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വേറെ ഒരു വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നിരിക്കും നമ്മൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല ഇല്ലേ? ഹൗവയും ഇത് പറിച്ച് തിന്നായിരുന്നെങ്കിൽ അവൻ ഇതേ തിന്നത്തുള്ളൂ. പക്ഷേ തിന്നാതിരുന്നപ്പോഴുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഫലം പറിച്ച് തിന്നാനുള്ള ഒരു വ്യഗ്രത എന്നും മനുഷ്യൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞ ക്ലിയറാണോ? അപ്പൊ അതുകൊണ്ട് ഇത്ര നിങ്ങൾ മനസ്സിൽ